നാരായണ 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 എന്നെ നീ കാത്തുകൊള്ളണേ. നാരായണ 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 ചാഞ്ചാടും തീരവും സ്റ്റൈലല്ലേ. ഹലോ, പൊടിയും കൊച്ചാടിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ വിളിക്കരുതെന്ന്. എന്തുവാ? എന്റെ മക്കളും കൊച്ചുമക്കളും എല്ലാം ഇവിടെ ഉണ്ട്. എന്റെ ജീവിതം കുട്ടിച്ചോറാക്കരുത്. നമുക്കിത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഇപ്പോഴോ? ഇതേ ഉള്ളൂ ലാസ്റ്റിലത്തേന്നേ. ഉമ്മ അയ്യോ നാടുവും കൊളുത്തി പിടിച്ച്. എടി ഉഷേ ഇവളെവിടെ പോയി കിടക്കുവാ? നേരത്തേക്ക് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ എഴുന്നേക്കുന്നവളാ. ഇപ്പം ഭർത്താവ് ഗൾഫിൽ നിന്ന് വന്നത്. പിന്നെ സൂര്യൻ അസ്തമിച്ചാലും അവളെ എഴുന്നേക്കത്തില്ല. ഇവിടെ കണ്ടു കയറ് കൊണ്ടിട്ടത്. ഇവിടെ കിടപ്പുണ്ടോ? ഹലോ, എന്തുവാടി? ഞാൻ ഇന്നലെ വിളിക്കാം. രാവിലെ അങ്ങ് തുടങ്ങി അമ്മൂമ്മ അല്ലയോ? കൊള്ളാം. ആ കാലെടുത്ത് ഉടനെ നടുവ് ഞാൻ കെട്ടി വെച്ചേക്കണം. ഈ നാട്ടുകാർ കണ്ടാ വിചാരിക്കും ഞങ്ങൾ നിങ്ങളെ കെട്ടിയിട്ട് വളർത്തു വന്ന്. ഇടി കഴിഞ്ഞ തവണ കാറ്റടിച്ചത് കൊണ്ടിട്ടതേ എന്നെ ആ സുശീലയുടെ മുറ്റത്താ. എനിക്ക് എന്റെ ജീവൻ സംരക്ഷിച്ചേ പറ്റുള്ളൂ. എന്തെങ്കിലും ചെയ് അണ്ണാ. ഓ, അമ്മമ്മയ്ക്ക് ചായ എടുത്ത് കൊടുത്തേക്കണേ. വരുന്നടി. അയ്യോ, ഇവിടുത്തെ അമ്മമ്മയുടെ കാര്യം പറഞ്ഞതാ. ഇനി ഞാൻ വിളിച്ചതേ കുടുംബശ്രീക്ക് വരാൻ പറ്റത്തില്ല, ഞങ്ങൾക്കൊരു കല്യാണം ഉണ്ടേ. ഒരു മിനിറ്റ്, കുഞ്ഞ് കരയുന്ന വെക്കല്ലേ. ഓ മക്കള് പാല് കുടിച്ചേ. ഹലോ ഡീ. നീ ഇതെന്തുവായി കാണിക്കുന്നേ? ഇതിന് പാല് കൊടുക്കുന്നു. അത് നിന്റെ ചെവിയിൽ ഒഴിച്ചാ കുഞ്ഞിന്റെ വായി ചെല്ലുവോ? മാറിപ്പോയെന്നാ. ഇത് നോക്കണ്ടേ? കൊടുക്കുന്നു നോക്കി. അമ്മമ്മേ, എന്നാ ചായ തൊള്ളിയേ ഉള്ളു കുടി. അണ്ണ ഇനി വന്നേണ്ണ. എന്തുവാടി? കുഞ്ഞിനെ നോക്കിയേ. അണ്ണന്റെ അതേ ചായ. നിന്റെ ചായ. അണ്ണന്റെ ചായ. നിന്റെ ചായ. അണ്ണന്റെ ചായ. ചായ കൊള്ളാൻ തേയില കമ്പനി അല്ല. അമ്മൂമ്മേ പേടിച്ചുവല്ലോ. താണ്ടി വെല്ലുമരുന്ന് മിണ്ടായിരിക്കാൻ പറഞ്ഞു കേട്ടോ. എനിക്ക് ദേഷ്യം വരുന്നു രാവിലെ. ഇന്നലെ രാത്രി കിടക്കാൻ നേരത്ത് അണ്ണനോട് പറഞ്ഞില്ല ഇന്ന് എന്റെ കൂട്ടുകാരുടെ ഒരു കല്യാണം ഉണ്ടെന്ന്. എടി, എന്തിനാണ് ഈ കല്യാണത്തിന് പോന്നേ? ഞാനും നീ കല്യാണം കഴിച്ചിട്ടാണോ ഈ ജീവിക്കുന്നത്? അതല്ല, നിനക്ക് എന്നെ ഇഷ്ടപ്പെട്ട്, ഞാൻ നിന്നെ ഇഷ്ടപ്പെട്ട്. രാത്രി നിന്റെ വീട്ടിൽ വന്ന് വിളിച്ചപ്പോ നീ ആ സാരി തുമ്പിനകത്തോടെ ഞാൻ താഴെ വന്നു. നിന്നെ കൊണ്ട് എന്നറിയാ സ്ഥലം വിട്ട്. നിന്റെ അച്ഛൻ പോലും അറിഞ്ഞില്ലല്ലോ. ആര് പറഞ്ഞു എന്റെ അച്ഛൻ അറിഞ്ഞില്ലെന്ന്? എന്റെ അച്ഛനാ മേളിൽ സാരി തുമ്പി പിടിച്ചു വന്നത്. അപ്പൊ അച്ഛനും മോളും കൂടെ അറിഞ്ഞോണ്ട് എന്നെ ഒപ്പിക്കുമായിരുന്നില്ല? അത് എപ്പോഴാന്നോടാ നിനക്ക് മനസ്സിലാകുന്നത്? എനിക്ക് നേരത്തെ സംശയം ഉണ്ടായിരുന്നു. എനിക്ക് നിങ്ങളെയായിരുന്നു സംശയം. എന്നെ എന്ത് സംശയം? എന്തോ സംശയം? വടക്കലെ ജലജയുടെ മൂത്ത മോനെ നിങ്ങൾ പറിച്ചു വെച്ചിരിക്കുക. പറിച്ചു വെച്ചേക്കാൻ ഇവൻ എന്തുവാ 6 മാസം കപ്പയോ? അമ്മൂമ്മേ ഒന്ന് മിണ്ടാതിരിക്കണേ. പക്ഷെ നീ ആ വിഷയം വെറുതെ. ആ വിഷയം ഞാൻ വിടത്തില്ല. ഇന്ന് വൈകിട്ട് ഞാൻ അവളുടെ വീട്ടിൽ പോയി ചോദിക്കും. നോക്കിയോ? എന്തിന്? പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. എടി, ജലജയുടെ മൂത്ത മോൻ എന്നെ പോലെ ഇരിക്കുകയാണെന്നും പറഞ്ഞ് ജലജ ഇവിടെ വന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടോ? അതില്ല. പിന്നെ നീ എന്തിനാണ് ഈ പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നത്? അത് തന്നെയാണോ? ജലജയെക്കാട്ടി വിദ്യാഭ്യാസ സൗന്ദര്യമൊക്കെ നിനക്കില്ലേ? അതുകൊണ്ട് മാത്രമാ ഞാൻ പ്രശ്നമൊന്നും ഉണ്ടാക്കാത്തത്. എന്റെ പോലെ രക്ഷപ്പെട്ടു. ഒരു സന്തോഷ വാർത്ത. അതെന്തുവാ? ഞാൻ ഇനി ഗൾഫിന് പോകുന്നില്ല. അന്നത്തെ എന്തുവാ പരിപാടി? എടി, നാട്ടിലെങ്ങാണ് എന്തെങ്കിലും ചെറിയൊരു കച്ചവടം തുടങ്ങാൻ. പക്ഷെ ദിവസവും നാളും എല്ലാം നമ്മൾ നോക്കണ്ടേ? ഇത് വേണം. നിന്റെ നാളെന്തുവായിരുന്നെടി? ഞാൻ മൂലം. ഈ മൂലമാ ഇവിടെ വിഷയങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അമ്മമ്മ ഒന്ന് മിണ്ടായി. അമ്മമ്മേ, എടി ഇത് ഏതാ മാസം? ഇത് മേഡം. മേഡം കൊള്ളാവോ കച്ചവടത്തിന്? അതൊക്കെ എന്നോട് ചോദിച്ചാൽ എനിക്കറിയാവോ? അതൊക്കെ പ്രായ അമ്മൂമ്മയോട് ചോദിച്ചില്ലേ? പറഞ്ഞല്ലോ അത്ര ഇവിടെ ഉണ്ടല്ലോ. അമ്മമ്മേ, എനിക്കൊരു കച്ചവടം തുടങ്ങാനാ. ഈ മേഡം എങ്ങനെയുണ്ട്? ഈ മേഡത്തിനെ കൊണ്ടല്ലേ നീ കച്ചവടം തുടങ്ങുന്നത്? വിജയിക്കും. കന്നി കൊള്ളാവോ? കന്നി കൊള്ളാം. കഞ്ഞി കൊള്ളാമോ നോക്കടാ. പാത്രത്തിൽ പോയി നോക്ക്. പാത്രത്തിന്റെ കാര്യം പറഞ്ഞപ്പോളാ അടുപ്പിൽ പാത്രം എടുത്ത് പൊട്ടങ്കണ്ടി എടുത്തിട്ടുണ്ട് ഈ വല്യമ്മ. എന്തിന്? മോനെ, ഞാനൊരു ഉപകാരമാ ചെയ്തത്. ഞാൻ അടുക്കളയിൽ ചെന്നപ്പം പാത്രത്തിന്റെ അകത്ത് ഒരു പാമ്പിരുന്ന് ചീറ്റുന്നു. ഞാൻ അതുകൊണ്ട് ഈ കിണറ്റിലങ്ങിട്ടു. കുക്കർ കൊണ്ട് കിണറ്റിലിട്ടിട്ട് ഇരിക്കുക. എടാ, നീ എന്നെ ഗുണദോഷിക്കാ, നിന്റെ ഭാര്യയെ ഗുണദോഷിക്കടാ. എന്തിന്? അവൾ എന്തോ ജോലി ഇവിടെ ചെയ്യുന്നു. ഒന്നും ചെയ്യുന്നില്ല. ഇന്നലെ വൈകിട്ട് അവൾ ഒരു കവർ നിറച്ച് ചത്ത പാറ്റ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു. ചത്ത പാറ്റ ഞാനത് കൊണ്ട് തീക്കകത്തിട്ടു. ഈ പാറ്റ കൊണ്ടുവെക്കാൻ ഇവളെന്തോടാ ചൈനക്കാരിയാണ്. എന്ത് വടി അമ്മ പറയുന്നേ? മനസ്സിലായില്ലയോ? ഇല്ല. ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന ഒരു കവർ ഈന്തപ്പഴം എടുത്ത് അടുപ്പിൽ കൊണ്ടിട്ട് ഇരിക്കുക. നേരാണോ? ഈ കയറും പൊട്ടിച്ച് നിങ്ങൾ എവിടെ പോവാ? വീട് തന്നെ ചാകും. എടാ, എന്റെ മുതുക് പൊട്ടിയിരിക്കുവാ, നീ നോക്ക. അയ്യോ, അടി നിനക്ക് അമ്മ ആശുപത്രിയിൽ ഒന്നും കൊണ്ടുപോകത്തില്ലേ? ആശുപത്രി കൊണ്ടുപോയി ഞാൻ. കൊണ്ടുപോയി മോനെ. ഇതൊന്ന് നോക്കതേണ്ട. ഇത് എക്സ്റേ അല്ലേ? ഇതിന്റെ അകത്ത് എവിടെങ്കിലും ഒരു കഷ്ണം ഇറച്ചി നിനക്കൊന്ന് കാണിക്കാമോ? മൊത്തം എല്ലല്ലോടാ.
എടാ മോനെ എന്നെ പട്ടിണിക്ക് ഇട്ടേക്ക് വാടാ. എടി നീ അമ്മമ്മയ്ക്കൊന്നും കൊടുക്കത്തില്ലോടി നീ? അയ്യോ എന്റെ അണ്ണ ഇവിടെ ആദ്യം ആഹാരം വെച്ച അമ്മമ്മക്കില്ല ഞാൻ കൊടുക്കുന്നത്. ആണോ? ഓ തരും മോനെ നീ കേട്ടോളാം. ആ. ഇവിടെ മാങ്ങ വാങ്ങിച്ചാ മാങ്ങാണ്ടി എനിക്ക്, കഷ്ടം. കോഴിയെ വാങ്ങിച്ചാ മാങ്ങാണ്ടി എനിക്ക്. ഞാൻ എന്തുവാടാ ഇവിടുത്തെ മാങ്ങാണ്ടി തള്ളയാണോ? പക്ഷേ നീ മാങ്ങാണ്ടി തള്ള ഈ അമ്മമ്മയോട് എന്ത് വഴി കാണിക്കുന്നേ? അയ്യോ ഞാനൊന്നും കാണിക്കുന്നില്ല. അമ്മമ്മ അവിടെ പോയി ഇരുന്നേ. അവിടെ കണ്ട് പോയിരിക്കും. മോനെ ഈ വേദന എനിക്ക് കുറയുന്നില്ലടാ. മരുന്ന് കഴിക്കണം. അയ്യോ അതും അവളാ തിന്നുന്നത്. അമ്മ അവിടെ പോയിരുന്നേ. അവിടെ പോയി. അവിടെ ഇരി. ആ ഞാൻ പറയാൻ മറന്നുപോയി. എന്തുവാടി? എന്റെ ആങ്ങളെ വിളിച്ചായിരുന്നേ. ആ എന്താ പറഞ്ഞു? അളിയൻ ഗൾഫിൽ നിന്ന് വന്നപ്പോഴേ ആ. കുപ്പിയൊന്നും കൊണ്ടുവന്നില്ലയോ എന്ന്. അയ്യോ അവൻ ഓർത്ത് ഞാൻ ഗൾഫിൽ കൂടെ നടന്ന് കുപ്പി പറക്കുവാന്നു. അവനെന്തുവായിരുന്നു പണി എന്നിട്ട്? അപ്പൊ നീ ഇതൊന്നും അറിഞ്ഞില്ലേ? ഇല്ലെണ്ണ. എടി ഞാൻ അവിടെ വലിയൊരു കമ്പനിയിലെ സെക്യൂരിറ്റിയാ. വലിയ കമ്പനി ആദ്യം ഇവിടെ CCTV ക്യാമറ കാണുമല്ലോ. ആ CCTV ക്യാമറക്കായി സെക്യൂരിറ്റി. ആണോ? ആ എടി അതൊക്കെ അവനിപ്പോ എന്തോ ജോലി? അയ്യോ അവ ഇപ്പൊ ശംഖുമുഹൂർത്ത് കടല വറക്കൂല്ലേ? ആഹാ. കൊല്ലത്ത് കടൽ ഇരക്കുവാ. അവിടെ ആങ്ങളെ അങ്ങ് കടലങ്ങ് വറക്കുവാ. നിങ്ങൾ മിണ്ടാതിരിക്കത്തില്ലല്ലേ? എല്ലാവർക്കും നീ വിളിച്ച പറഞ്ഞോളി അവൻ എന്തോ അസുഖമാന്ന് പറഞ്ഞേ. എന്റെ അണ്ണാ ഒന്നും പറയണ്ട. രാത്രി ഉറക്കത്തെ എഴുന്നേറ്റ് നടപ്പാണ് നമ്മുടെ ജോലി. യ്യോ. ഉറക്കത്തിൽ നടക്കുന്നത് മാത്രമല്ലെന്നേ, ഈ പെണ്ണുങ്ങൾ മാത്രമുള്ള വീട്ടിലൊക്കെ ചെന്നങ്ങ് കയറുവാ. ദൈവമേ. അവസാനം ഞങ്ങൾ ഡോക്ടറെ കൊണ്ട് കാണിച്ച്. അപ്പൊ ഈ ഡോക്ടർ ഉറക്കത്തെ എഴുന്നേറ്റ് നടക്കുന്ന ഒരു അസുഖത്തിന്റെ ഒരു പേര് പറഞ്ഞായിരുന്നു. എന്തോന്നാ? തന്തയില്ലായ്മ. അമ്മൂമ്മേ. രാത്രി ഉറക്കത്തിൽ പെണ്ണുങ്ങളുള്ള വീട്ടിൽ ചെന്ന് കയറുന്നതിന് പിന്നെ ഞാൻ എന്തോ പറയണോടാ? ഇവളും ആ കുടുംബത്തിലുള്ളതല്ലയോ? ഇവളും രാത്രി ഇറങ്ങി നടക്കത്തില്ലെന്ന് നീ കണ്ടോ? മൂത്ത സാധനത്തിന് മിണ്ടായിരിക്കാൻ പറയണം കേട്ടോ. എടി ഇത് തുടച്ചു വെച്ചായിരുന്നു ഇത് ഇങ്ങനെ ഇരുന്ന് പൂക്കുവോ? ഒരു ദിവസം തൂത്ത് കുറച്ച് ഞാൻ വെക്കും. മോനെ ആ ഞാനൊരു കാര്യം പറയാം. ആ. മോനെ നീ ഗൾഫിൽ നിന്ന് വന്നിട്ട് അമ്മച്ചിക്ക് മൊബൈൽ കൊണ്ടുവന്നില്ലല്ലോ. അയ്യോ കുഴിയിലോട്ട് കാല് നീട്ടിരിക്കുന്ന അവരുടെ കയ്യിൽ ഒരു മൊബൈലോട് ഫോണിൽ വെച്ച് കൂടെ അങ്ങോട്ട്. കുഴിയിലോട്ട് കാല് നീട്ടിയിരിക്കുമ്പം കയ്യിൽ ഒരു മൊബൈൽ ഫോൺ ഇരിക്കുന്നത് നിനക്കെന്തുവാടി കുഴപ്പം? അവക്ക് എന്തോ കുഴപ്പം? നിനക്കാന്നോടാ കുഴപ്പം? പറഞ്ഞല്ലോ എനിക്കെന്തോ കുഴപ്പം? ഉഷേ എടി നിന്റെ ഫോൺ അടിക്കുന്നു. ജലജയാന്നല്ലോ. അയ്യോ ഹലോ എന്നാടി പൊടിയും കൊച്ചോട്ടന്റെ ഫോൺ പൊക്കിയെന്നോ? യോ പൊക്കിയോ? ആരാ? ഞങ്ങളുടെ അമ്മൂമ്മയുടെ. എന്റെ ദൈവമേ അമ്മൂമ്മ അമ്മയുടെ വിളയാട്ടോ. കൊള്ളാം. അറിഞ്ഞോ? പൊടിപ്പച്ചേട്ടന്റെ ഫോൺ പൊക്കി രണ്ടെണ്ണോടെ മൊബൈലിൽ ചാറ്റ്. ദൈവം ഇവരല്ല അതിന് ഫോണുണ്ടോ? ഉണ്ടോ നോക്കാൻ കൊണ്ട് ചെന്നിട്ട്. ഇങ്ങനെ കാണിച്ചേക്കള്ള ഇങ്ങനെ കാണിച്ചേ. മുറക്കാൻ പോതിയാടാ. ആ ഫോൺ ഇങ്ങോട്ട് എടുത്തേ. ആഹാ അയ്യോ ഇത് ലോക്കൊന്നഴിക്ക്. ഇത് പറഞ്ഞാ തുറക്കുന്ന ലോക്കാ. എന്തുവാ? വോയിസ് ലോക്കാന്ന്. ഒന്നോ എന്നാ പറ. പൊടിയം കൊച്ചാട്ടാ തുറക്ക. പൊടിയം കൊച്ചാട്ടൻ തുറന്നു വെച്ചേക്കുന്നു. ആ കൊള്ളാം. മോളെ നമ്മുടെ വീട്ടിലൊരു സംഭവം ഉണ്ടായാൽ ആ നമ്മൾ പെണ്ണുങ്ങളെല്ലാം ഒറ്റ കെട്ടായിരിക്കണം. നേരം പോലത്തോളം ഇങ്ങനെ അല്ലായിരുന്നല്ലോ സംഭവം. എടി ഇല വന്ന് മുള്ള വീണാലും മുള്ളു വന്ന് ഇല വീണാലും ഇലക്കല്ലയോ കേട്? എനിക്കറിയത്തില്ല. എന്നാ എനിക്കറിയാം. അത് ഉടനെ എടുത്ത് അതിന്റെ ഗാലറി നോക്കിക്കോണം. ദൈവമേ ഈ വീട്ടിൽ ഫോണേ വേണ്ട. പൊടിയം കൊച്ചാട്ടാ ഐ മിസ് യുടാ. അയ്യോ എന്നെ തന്നേ. പാട്ട് ഞാൻ നിർത്തി, വണ്ടി അങ്ങ് നിന്നു. പിന്നെ എന്തിനിരുന്ന് കുലുങ്ങുവാ? ഞാൻ നിങ്ങളോട് രാവിലെ പറഞ്ഞില്ലയോ അവളെയും കൂട്ടിക്കൊണ്ട് ആശുപത്രി പോണേന്ന്? അന്നേരം നിങ്ങൾക്ക് ഓട്ടോയിലേ പോകും. എടാ എന്റെ ഈ തുണി ഇട്ടോണ്ട് വന്നത് നിനക്ക് പിടിച്ചിട്ടില്ല. അതാ കണ്ടോ? നിനക്ക് നിന്റെ ഭാര്യ ഇടുന്നത് പോലെ മറ്റേ പട്ടിവാല് ഇട്ടോണ്ട് വന്നാൽ നീ നിനക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടനേമായിരുന്നു. പട്ടിവാലല്ല പാട്ടിയാല. ആ എന്തോ വാഴയിലാന്നു. അമ്മൂമ്മ ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്തുവാ? അമ്മൂമ്മക്ക് എന്റെ ഭാര്യയോട് ഇത്ര ദേഷ്യം എന്തുവാ? നീ ഗൾഫിലായിരുന്ന സമയത്ത് ആ. ഇവിടെ കട്ടപ്പന ഒരു അപ്പച്ചി ഉണ്ടായിരുന്നു. ഉണ്ട്. അവര് മരിച്ചപ്പോ എന്നെ എവിടെ കൊണ്ടുപോയി? ആ എടാ ഇവരുടെ വായില് പച്ചരിയും കരിക്കും വെള്ളവും വെച്ചു കൊടുത്ത സമയത്ത് ഞാൻ അവിടെ വായും തുറന്നിരിക്കുവാ. അയ്യോ. ഇവളെന്നെ വായി വെച്ച് തന്നോ? അമ്മൂമ്മ അത് വായ്ക്കരി ഇട്ടതാ. അതെന്താ എന്റെ വായിലോട്ട് ഇറങ്ങത്തില്ലയോ എന്നായി ചോദിക്കുന്നത്? അത് തന്നെയല്ല, ഇന്നലെ രാത്രി നീ കിടന്നുറക്കുമായിരുന്നു. ആയിരുന്നു. ഞാനാണെങ്കിൽ എനിക്ക് പനി കൂടിയപ്പോ ഇവൾ എന്നോട് പറയാ പാസ്ട്ര മോള് കഴിച്ചാ മതിയെന്ന്. എടാ എനിക്ക് പനി കൂടിയാ പാസ്ട്ര മോള് കഴിച്ചു കഴിഞ്ഞാൽ എന്റെ പനി അങ്ങനെ മാറും. പാരസെറ്റാമോള്. ഒരു കാര്യം കൂടെ ഒരു കുറ്റം കൂടെ ഞാൻ പറയാനുണ്ട്. അതോടെ പറഞ്ഞ് ഞാനങ്ങ് സമാധാനിപ്പിക്കാം. ഇവിടെ എന്തോ കടലയോ കപ്പലണ്ടി ഏതാണ്ട് വറക്കുന്ന ഒരു ആങ്ങളെ ഉണ്ടല്ലോ, അവനിപ്പോ എവിടാ? അവന് കോട്ടയത്ത് പോയി കെട്ടി അവിടെ ആ കിടപ്പ്. കെട്ടിക്കിടക്കാൻ എന്തോ മഴവെള്ളമാണ്. അമ്മ അങ്ങോട്ട് പോയി അവിടെ പോയി ഈ കലക്കെ പോയി എന്തോ ചെയ്യുമെന്ന് പറ. ഇവരങ്ങോട്ട് രാവിലെ നീ എന്തോ കിടന്ന് തപ്പുവാ? എണ്ണ തീർന്ന്. എടാ നിന്റെ കൂടെ ഒരു വഴിക്ക് വന്നു കഴിഞ്ഞാൽ എനിക്കറിയാൻ ഇത് സംഭവിക്കുമെന്ന്. അതിന് ഞാൻ കരുതി കൂട്ടി തന്നെയാ വന്നിരിക്കുന്നത്. ഇനി വാ. ആഹാ നീ എന്നെ മോശക്കാരിയാക്കുവന്നോ? ഇതെന്തുവാ? അത് മൊത്തം ഒഴിക്കരുത്, എന്റെ കാലത്തേക്കുന്നത് 2 തുള്ളി ഒഴിച്ചിട്ട് ബാക്കി ഇങ്ങ് തരാം. പിടിച്ചേ ഇതെന്തുവാ? ഇതല്ല
പിന്നെ പെട്രോൾ ഒഴിക്കണം ഈ വണ്ടി. അതെന്റെ കയ്യിലില്ല. അയ്യോ, ഒരു കുപ്പി വേണമല്ല. അത് ശരി, വണ്ടി കേടായി ഇവിടെ കിടക്കുമ്പോ അവന് കുപ്പി വേണം. ആ കുപ്പി അല്ല, പിന്നെ പെട്രോൾ മേടിക്കാൻ ഒരു കാലി കുപ്പി വേണം. അത് ഞാൻ കൊണ്ട് തരണോന്ന് ആ ചോദ്യം. ഞാൻ പോയി എടുത്തോളാം. ആ, എടുത്തോ. മനസ്സിലായോ? ആ. ഇവിടെ അടങ്ങിയിരിക്കണം കേട്ടാ. അതെന്താ അപ്പുവാ കിടന്നത്? ഫോണൊന്നും ഇല്ലല്ലോ കൈ. എടാ, പണ്ടെങ്ങാണ്ടൊരു സംഭവം നടന്നു. അത് നടന്നു. അതിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും നാട്ടുകാരും പറഞ്ഞ് വീട്ടുകാരും പറഞ്ഞ് അത് സോൾവ് ചെയ്തതാ. വീണ്ടും ഇവൻ കുത്തിപ്പൊക്കിക്കൊണ്ട് വരേണ്ട കാര്യമുണ്ടോ? എന്ത് വലയോടോട്ടൊന്ന് കിടക്കാം, എന്റെ നടു തീരെ വയ്യ. അയ്യോ. ആ, ഇത് കുഴപ്പമില്ല. മാസം വന്നു ചേർന്നാൽ പാനുമാതേ ഞാൻ സ്വന്തമാക്കും. ചിങ്ങമാസം പാനുമതിയല്ലേ കിടക്കുന്നത്? ആ, മീശമാസം സിനിമ കണ്ടപ്പോഴേ ഞാൻ ആഗ്രഹിച്ച അവൾ ഇളി കിടക്കുന്ന കറുത്ത ചരട് കട്ട് ചെയ്യണമെന്ന്. ആരാ ഇത്? ഞാൻ അടിയേ. യോ, പൊടിയും കൊച്ചാട്ടനോ? ഓ. ഞാൻ ഓർത്ത് ഒച്ച അടഞ്ഞു പോവായിരിക്കും. അടിയേ, എന്തുവാ? മീശമാസം സിനിമ കണ്ടപ്പോഴേ ഞാൻ ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അയ്യോ. ഈ ദിലീപേ ആ. ഈ കാവ്യമതിന്റെ ഇളി കിടക്കുന്നേ ആ. അരിഞ്ഞാളും കടിച്ചെടുക്കത്തില്ലയോ? ഓ, എനിക്ക് ഭയങ്കര ഇഷ്ടമാ അത്. ആണോ? ആ. അതുപോലെ എനിക്ക് നിന്റെ ഇളി കിടക്കുന്ന കറുത്ത ചരട് കടിച്ചെടുക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. എന്തോ ആഗ്രഹങ്ങളൊക്കെ ഈ വയസ്സാം കാലത്ത്. എന്റെ ആഗ്രഹമല്ലേ ഒന്ന് സാധിച്ചതാടി. തരാം. പക്ഷെ വേറൊരു കാര്യമുണ്ട്. ഓ. കൊച്ചുമോന് പെട്രോളോ മണ്ണെണ്ണ ഏതാണ്ട് വാങ്ങിക്കാൻ പോയിരിക്കുക. ആ. അവൻ വരുന്നതിന് മുമ്പ് ഇത് ചെയ്തോണം. ഓ, ഓ, പിന്നെ ഓ. വേറൊരു കാര്യമുണ്ട്. അവനെ ആ. ഇവിടെ ഇങ്ങനെ തേക്കത്തില്ലയോ, ഇങ്ങനെ മയിൽപ്പീലി വെച്ച് മാധവന്റെ ആ സിനിമയ്ക്കകത്ത് അത് കൊണ്ടുവന്നിട്ടുണ്ടോ? ആ, ഞാൻ അറിഞ്ഞോ നീ ഇപ്പൊ ഈ വഴി വന്ന് കിടപ്പുണ്ടെന്നോ? അത് കൊള്ളാം. ഒരു കാര്യം ചെയ്, ഞാൻ ചേമ്പല വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ചെയ്തു. അവൻ വരുന്നതിന് മുമ്പ് പെട്ടെന്ന് ചെയ്യണം കേട്ടോ. അവൻ വന്നു കഴിഞ്ഞാൽ ഒരു പരിപാടിയും നടക്കത്തില്ല. എടി, ഈ പല്ല് വെച്ച് കറക്കി മുച്ചാൻ പറ്റത്തില്ലല്ലോടിയേ. വാൻ തുറന്നേ. ആ, കൊള്ളാം. ഇത് വെച്ചാണോ കടിച്ചു പൊട്ടിക്കുന്നത്? വണ്ടിക്കകത്ത് വല്ലതും പിച്ചാത്തി ഉണ്ടോ? ആ വണ്ടിക്കകത്ത് വല്ലതും അവന്റെ പിച്ചാത്തി എന്തെങ്കിലും കാണും. ഇടത്തും വലത്തും ഒന്ന് നോക്കിക്കോണം. ആ, ആ, അവൻ വരുന്നുണ്ടോ എന്ന് നോക്കിക്കോണേ. കിട്ടി. ആ, ഞാൻ ചേമ്പല വെച്ചേ. ഞാൻ കണ്ണടച്ച് കിടക്കാമേ. ഓ. എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു അങ്ങ് സാധിച്ചതങ്ങ്. അയ്യോ, തീർന്നോ? ആ, കഴിഞ്ഞ്. അയ്യോ, നീ എഴുന്നേക്കാമേ. എഴുന്നേറ്റോടിയേ. അയ്യോ, എനിക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു ഇതിങ്ങനെ ചെയ്യണോ. ആണോ? സെയിം പിച്ച്. ചെയ്യിപ്പിച്ചാന്നോ? ആ. എന്റെ തൊഴിൽ പിടിച്ച് വലിക്കരുത്. റബ്ബർ വാങ്ങി വന്ന് അടിക്കുന്നവന്റെ കൂട്ടം അടിക്കുന്നത് ഞാൻ പറഞ്ഞേക്കാം കേട്ടോ. വിളിക്കല്. എന്റെ വേദനയാണെന്നറിയാമോ ഒച്ചാട്ടാ? ആകെപ്പാടെ വിഷയമായിരിക്കുക. എന്തോടി? നിങ്ങളെ ഫോട്ടോ എടുത്ത് അയക്കുന്ന കാര്യം. ഓ, അതോ? അതെന്തുവായിരുന്നടി? ഞാൻ പറഞ്ഞില്ലേ ഫോട്ടോ എടുത്ത് വീട്ടിൽ അയക്കരുത്. ആ. അത് പിടിക്കപ്പെട്ടു. അന്ന് തൊട്ടാ നിങ്ങളുടെ വിളി മുടങ്ങിയത്. ഏത് ഫോട്ടോ ആയിരുന്നടി അത്? തറേ ഫോൺ വെച്ചിട്ട് അലക്ക് കല്ലേ ഇരുന്നോണ്ട് ഫോട്ടോ എടുത്ത് എനിക്ക് അയക്കരുതെന്ന് പറഞ്ഞില്ലേ? എല്ലാരും കണ്ടോ അത്? എല്ലാം കണ്ടു പോലും. എല്ലാരും കണ്ടു. അതല്ലേ അത്രയും വിഷയമായത്. ദൈവമേ, ഞാൻ ഇനി ആ പിള്ളേരുടെ മുഖത്ത് എങ്ങനെ നോക്കും അത്? ഞാൻ ആ ഫോട്ടോയിൽ ഒന്നേ നോക്കിയുള്ളൂ. അറിയാമോ? നീ വന്നേ അടുത്ത. എനിക്ക് അങ്ങോട്ട് വരാൻ വയ്യ. കാലിന് ഭയങ്കര വേദനയായി. കാല് അനക്കാൻ പറ്റത്തില്ല. എൻ്റെ പൊടിയൻസേ. എന്നാടി? എൻ്റെ പൊടിയൻസിന്റെ ഈ മുത്തുമണി ഉറങ്ങിയിട്ട് അത്ര നാളായെന്ന് അറിയാമോ? എനിക്കറിയാടി. എന്നെ കാണാത്ത വിഷമം കൊണ്ടില്ല നീ ഉറങ്ങാത്തത്. ഓ, എൻ്റെ നടുവേദന കൊണ്ട് ഞാൻ ഉറങ്ങായിരുന്നത്. ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ നടുവേദനയ്ക്ക് ബെൽറ്റ് ഇടണമെന്ന്? അപ്പൊ ഞങ്ങളുടെ വീട്ടിലെ പട്ടിയുടെ കഴുത്തെ ബെൽറ്റ് ഇട്ടിരിക്കുന്നത് പെടലിക്കുന്ന വേദന കൊണ്ടാണോ? ഇതിന് ഒരു മാറ്റവും ഇല്ലല്ലോ എന്റെ ദൈവം. ഒരു മാറ്റവും ഇല്ല. അയ്യോ, പൊടിയും കൊച്ചാട്ടാ, നിങ്ങളിത് എന്തുവാ കാണിച്ചത്? എന്തോടി? എന്റെ പാവാടയുടെ വള്ളിയാണോ നിങ്ങൾ മുറിച്ചെടുത്തത്? അയ്യോ, അതും കട്ട് ചെയ്തോ? ഇനിയിപ്പോ എന്താ ചെയ്യും? അവനിപ്പം വരും. വന്നു കണ്ടാൽ അകപ്പാടെ എല്ലാ വിഷയമാവും. ഞാൻ വള്ളി റെഡിയാക്കി തരും പെട്ടെന്ന്. എനിക്ക് നീ അവന്റെ അടിയങ്ങളൊന്നും എനിക്ക് വയ്യ. എന്തോ കാലക്കേടാന്ന് നോക്കാം. ഓരോരോ എന്റെ അമ്മൂമ്മ ആരാ ചാക്കിലിട്ടോണ്ട് പോന്നേ? അമ്മൂമ്മേ, അവൻ വന്നിട്ടുണ്ടോ? കത്തിക്കും. ഇവിടെ വണ്ടി കത്തിക്കരുതാ പറഞ്ഞേ. നിന്റെ ഉപജീവന മാർഗമായത്. ആ, എന്റെ ഓട്ടോ കത്തിക്കുന്ന കാര്യമല്ല പറഞ്ഞു. പിന്നെ എന്തുവാ? രണ്ടിനും ഞാൻ മരത്തെ കെട്ടി വെച്ച് ഇന്ന് ഞാൻ തീ കൊടുക്കും. ഞാൻ പറയട്ടെ. എന്തായാലും ഇത്രയൊക്കെ ആയി. ഞായറാഴ്ച വീട്ടിൽ കാണൂടാ. എന്തിനാ? എന്റെ ഒരു 10 കാരണവന്മാരെ അങ്ങോട്ടൊന്ന് പറഞ്ഞുവിടണം ഈ കൊച്ചിനെ ചോദിക്കാൻ. കുഴിമാടത്തിന്നാണോ? ഈ പ്രായമുള്ളവരോട് ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുന്നത്?
നമ്മുടെ കുടുംബത്തിന് ചീത്തപ്പേര് നീ ഉണ്ടാക്കി വെക്കരുത്. പറഞ്ഞ കേട്ടല്ലോ. മാഡം ഉണ്ടായിരുന്നേ. ആ. ചേട്ടാ ആ. നിങ്ങൾക്ക് 2 ആമക്കളില്ലയോ? അതെ. അവന്മാർക്ക് വഴി കൊടുന്ന് ഇറങ്ങി നടക്കണ്ടേ? ആ വേസ്റ്റ്. ആ. ആ ഇളയ ചടക്കം കാരണം എനിക്ക് പുറത്തോട്ട് ഇറങ്ങി നടക്കാൻ വയ്യ. അവനെന്തോ ചെയ്തു? അവൻ എന്തോ ചെയ്യുന്നു? ആ. നേരം വെളുത്തു കഴിഞ്ഞാൽ വെള്ളവും കഞ്ചാവ് ഓടിച്ച റോഡിലെല്ലാം കിടന്ന് വഴക്കുണ്ടാക്കി ഇപ്പൊ നാട്ടുകാരുടെ മുഖത്ത് എനിക്ക് നോക്കാൻ പറ്റത്തില്ല. അങ്ങനെയാണെ മൂത്തവൻ എന്ത്? ആ മൂത്തവനല്ലേ കഴിഞ്ഞ ആഴ്ച വീട് കത്തിച്ചിട്ട് എടുത്ത് കിണറ്റി ചാടി. അതെന്തിനാ? ഫയർഫോഴ്സുകാർ വരുമ്പോൾ ഈ തീ അണയ്ക്കാനൊക്കെ ഉണ്ട്. ആ. അന്നേരം അവനെ കിണറ്റി അങ്ങനെ രക്ഷിക്കട്ടെ എന്ന്. അയ്യോ, എന്റെ പൊന്നോ, അത് കഴിഞ്ഞാൽ വേറെ പരിപാടി കാണിച്ചില്ലയോ? അതെന്തുവാ? എന്റെ കാലെ കയറി കെട്ടിട്ടുണ്ടല്ലോ, ആ. ഞാൻ തലകീഴായിട്ട് മാവണത് കെട്ടിയിട്ട് അത് അവൻ ഊട്ടി പോയേക്കുന്നു. അയ്യോ. രാത്രി ആയപ്പോ ഒരു വവ്വാൽ വന്നു അതിൽ കയറി അങ്ങ് തൂങ്ങി. ആ. എന്നിട്ട് വവ്വാൽ എന്റെ അടുത്ത് ചോദിക്കുക, ആ. ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ, ഈ മാവിൽ ആദ്യമായിട്ടാണോ? എന്നിട്ട് മാവി തൂങ്ങി കിടന്നോണ്ടേ ചപ്പിയ പേരയ്ക്ക എന്റെ നീര് നീട്ടുവോ വേണോന്ന്. നിപ്പ വരും. നീ എപ്പ വിളിച്ചാലും ഞാൻ വരും. അതല്ല, ഈ വവ്വാല് കടിച്ചത് തിന്നു കഴിഞ്ഞാൽ നിപ്പാന്ന് പറഞ്ഞ പനി വരുമെന്ന്. അയ്യോ ആ അമ്മമ്മേ, ആ. കേറിക്കോ, വണ്ടിയെ കേറിക്കോ. ഞാൻ വരത്തില്ല. ഞാൻ ഈ മനുഷ്യന്റെ കൂടെ പോകത്തുള്ളൂ. വണ്ടിയെ കയറാനാ ഞാൻ ഞാൻ പറഞ്ഞത്. കേറത്തില്ലെന്ന് ദാ, പറഞ്ഞു. ദാ, ദാ, അവളെ കൊണ്ടുപോകരുത്. നിനക്ക് അവളെ കൊണ്ടുപോകണമെങ്കിൽ ആ. എന്റെ നെഞ്ചത്ത് ചവിട്ടിട്ട് നിനക്ക് അവളെ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ആഹാ. വാടാ, 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 വാടാ. എന്റെ ദൈവമേ. എന്റെ ദൈവമേ, പൊടിയും വെച്ചാട്ടാ. അയ്യോ, ആ കൊള്ളാം. എന്തോ പറ്റി? എല്ലാം മനസ്സിലായോ? ആ. ഇയാളെ ദേഹത്ത് തന്നെ തന്നെത്താൻ അടിച്ച് ചത്ത് കിടക്കുവാ. അയ്യോ, പൊടിയും വെച്ചാട്ടാ, പൊടിയും വെച്ചാട്ടോ, പൊടിയും വെച്ചാട്ടാ. എന്റെ 6ാമത്തെ സ്ഥലമാറ്റമായത്. പെറ്റി അടിക്കുന്നവര് കടം പറയല്ലേ, അതുപോലെ ഞാൻ അടിക്കുന്നവര് എന്നെ തിരിഞ്ഞടിക്കരുത്. ഈ സ്റ്റേഷൻ നല്ല ലാഭത്തിലങ്ങ് കൊണ്ടുപോണേ എന്റെ ഭഗവാനേ. ആര് സാറേ കൊണ്ട്? ഹലോ, SI ശാന്തൻ. സാറേ കള്ളം പൗത്രനാണേ. ആ എന്താടാ? സാറേ എന്റെ ഭാര്യയുടെ ബർത്ത്ഡേ ആണേ. ആ ഒരു ആശംസ വീഡിയോ എനിക്ക് വാട്സാപ്പ് ഇട്ട് തരുമോ സാറേ? സത്യം പറഞ്ഞാൽ ഞാൻ അവനോട് അങ്ങനെ ചൂടാകരുതായിരുന്നു. ഒരു വീഡിയോ ഇട്ട് കൊടുക്കുന്നതിന് എനിക്ക് എന്തുവാ നഷ്ടം? ഒരു വീഡിയോ ഇട്ട് കൊടുക്കാം. നമസ്കാരം, ഞാൻ SI ശാന്തൻ. എന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന കള്ളൻ പവിത്രന്റെ ഭാര്യയ്ക്ക് എത്രാമത്തെയാണോ എന്തോ എന്റെ എല്ലാ ആശംസകളും ഞാൻ നേർന്നുകൊള്ളുന്നു. കേട്ടോടാ റസ്കൽ. അയ്യോ, പറഞ്ഞതുപോലെ ഇന്ന് എന്റെ ഭാര്യയുടെ ബർത്ത്ഡേ. അവളെ ഒന്നും വിളിച്ചില്ലല്ലോ. ഹലോ മുത്തേ, നീ എവിടെയാ? വീട്ടിലാ. ദൈവമേ, ഭാഗ്യം. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയാമോ? സീതേനെ കൊല്ലുന്ന ദിവസല്ലേ അണ്ണാ? എടി നിനക്ക് എന്തോ പറഞ്ഞാലും സീരിയല്. എടി ഇന്ന് നിന്റെ ബർത്ത്ഡേ അല്ലേ പുത്തേ? ആണോ? ആ, വൈകിട്ട് ഞാൻ വരുമ്പോഴേ നിനക്ക് ചുരിദാർ വേണോ സാരി വേണോ? അണ്ണനെ കഴുകാൻ എളുപ്പം എന്തുവാ, അത് കൊണ്ടുവാ. ചുമ്മാ ഇരുന്ന കണ്ണിൽ ചുണ്ണാൻ വിട്ടു. അപ്പോൾ സമയം പോകുന്ന കേസുകൾ വിളിക്കാം. BBC പോലും. എടോ BBC, ആ അനക്കാരനെ കയറ്റൂടാ. ബഹളം വെക്കാനടാ. ഞാൻ വരും, ആ സാറിനെ ഒന്ന് കണ്ടിട്ട് വരട്ടെ. ഞാൻ എന്തിനാ സാറിനെ വിളിച്ചേ? സാർ എന്തിനാ എന്നെ വിളിച്ചേ? നിന്റെ പേരെന്തോടാ? എന്റെ പേര് മണിയൻ കാട്ടാക്കട. നീ ആണോ ആനയുടെ തുമ്പിക്കൈയിൽ നമ്പർ എഴുതി പൂരപ്പറമ്പിൽ കൊണ്ടു പെണ്ണുങ്ങൾക്കൊക്കെ കൊടുക്കുന്നോ? ഓ, അതൊന്നും വിഷയം. പൊക്കി, നീയല്ലയോ നമ്പര് കൊടുത്തേ? ആണോ? ഇവിടെ ഒരു തെറ്റും ചെയ്യാത്ത ഞാനിപ്പോ പോലീസിലായില്ലയോ? വേണ്ട, നീ ഒന്നും പറയണ്ട. അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോ നീ തുമ്പിക്കൈ അങ്ങ് മലത്തും, പിന്നെ ഞാനേ കാണത്തുള്ളൂ. മനസ്സിലായോ? ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ കേട്ടോ. സാറേ, സത്യത്തിൽ ഞാനല്ല ഇത് ചെയ്തത്. ആനയാ. ആനയോ? യെസ്, മൈ ആന ഈസ് എ ഡീസന്റ് ആൻഡ് ഡിസിപ്ലിൻ. മൈ എലിഫന്റ് ഈസ് എ ഡൊമസ്റ്റിക് ആനിമൽ. ദ സ്വിച്ച് ബോർഡ് ഇല്ല, ബാർ സ്റ്റോപ്പ് ഇല്ല, ട്രാൻസ്പോർട്ട്. സാറേ, അപ്പൊ പിന്നെ ഞാൻ എന്തിനാ സാറേ യു ക്യാൻ ഗോ? മണിയാ, അത് എനിക്ക് മനസ്സിലായി. ഈ നാട്ടുകാർക്ക് അത് മനസ്സിലാവണ്ടേ? ഇങ്ങോട്ട് നോക്കേ, നിന്നെ കുറിച്ച് 2-3 പരാതി വേറെ ഇവിടെ കിടപ്പുണ്ട്. എന്തോ സാറേ പരാതി? നീ രാത്രി 12 മണിയാകുമ്പോ എന്തിനാ പെണ്ണുങ്ങളെ ഫോൺ ചെയ്യുന്നത്? അതോ, അത് പട്ടയുണ്ടോ എന്ന് ചോദിക്കാൻ വിളിക്കുന്ന. പക്ഷെ നീ പറയുന്നതെല്ലാം മസാലയാണല്ലോ. സാറേ പോ. ചുമ്മാ ഇരിക്കണം. പെണ്ണുങ്ങളെ ഫോൺ ചെയ്തോളൂ. ഇടിക്കല്ലേ. അയ്യോ. ആഹാ, ഞാൻ ഇടിച്ചപ്പോ നിന്ന് മുഷ്ടി ചുരുട്ടു അല്ലയോ? കുട്ടി ചുരുട്ടിയതാണോ? പിന്നെ ഓരോ ഇടി ഞാൻ എണ്ണുമായിരുന്നു. എണ്ണം കിടക്കുന്നതേ ഉള്ളൂ. എന്റെ ദൈവമേ, എന്റെ അനുവാദമില്ലാതെ ഈ പോലീസ് സ്റ്റേഷനെ പരിധി വിട്ട് നീയോ നിന്റെ ആനയോ പോയാൽ പറഞ്ഞേക്കാം, എന്റെ അനുവാദമില്ലാതെ നീ പോയേക്കരുത് കേട്ടോ. സാറേ,
ഞാനും എൻ്റെ അച്ഛൻ പുറത്ത് പോകണമെങ്കിൽ എനിക്ക് പെൺ വിഷയം വേണം. എടാ കിഴങ്ങ പെർമിഷൻ. അവിടെ എനിക്ക് പാല്. ആദ്യം ആ പാറ്റ് കയറ്റി അങ്ങ് ഇട്. എടാ ഇത് എന്റെ പാന്റ് അല്ല. അത് പറ. എന്റെ അച്ഛൻ സർവീസിലിരുന്ന സമയത്ത് അങ്ങ് മരിച്ചു. ആ. അപ്പൊ ആ വഴിക്ക് കിട്ടിയ ജോലിയായി എന്റേത്. അച്ഛന്റെ ഒരു പാന്റും എനിക്ക് ഇതുപോലായിരുന്നു. എന്താ നിക്കർ ലൂസാണ്. അങ്ങനെയാണോ പറഞ്ഞത്? എന്റെ അച്ഛൻ മരിച്ച പിന്നല്ലേ ഞാൻ ഈ ആനപ്പണിക്ക് ഇറങ്ങിയത്. അച്ഛൻ എങ്ങനെയാ മരിച്ചത്? അച്ഛൻ ഈ വായുവിന്റെ ഷോർട്ടേജ് വന്ന് മരിച്ചു. വായുവിന്റെ ഷോർട്ടേജോ? ശ്വാസം മുട്ടല്. ആ സാറേ ഒന്ന് ഒഴിഞ്ഞ് ഒരു ട്രെയിൻ വരുന്നുണ്ട്. സാറ് പോയോ? ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് ഈ പാളത്തിലോട്ട് വന്നാട്ടെ. ആ നമസ്കാരം. എന്താ പെങ്ങളെ പറഞ്ഞ? എനിക്കൊരു പരാതിയുണ്ട്. എന്താ പരാതി? സാറ് നേരം വിളിക്കുമ്പോൾ പണിക്ക് പോകുമ്പോ എന്നെ തല്ലും, ഉച്ചയ്ക്ക് ഉണ്ണാൻ വരുമ്പോ എന്നെ തല്ലും, യ്യോ. വൈകിട്ട് പണിയും കഴിഞ്ഞ് വരുമ്പോ എന്നെ തല്ലും. കഷ്ടം. ആരും പിടിച്ചു മാറ്റത്തില്ലേ? കെട്ടിയവൻ പിടിച്ചു മാറ്റും. അപ്പൊ നിന്നെ തല്ലുതാരാ? അപ്പുറത്തെ വീട്ടിലെ സാബു. നിന്റെ കെട്ടിയവനൊന്നും ചോദിക്കരുതോ? കെട്ടിയവൻ ചോദിക്കും, അപ്പം കെട്ടിയവനും കൊടുക്കും. കെട്ടിയവൻ ഇത് പറഞ്ഞ എങ്ങനെയല്ലോ അങ്ങ് ഒത്തുതീർപ്പാക്കരുതോ? അതിന് സുധ സമ്മതിക്കത്തില്ലല്ലോ. എടി സുധ എന്താ സമ്മതിക്കാത്തെ? ഇതെന്താ സമ്മതിക്കാത്തത്? സുധയുടെ കെട്ടിയവനില്ലേ എനിക്ക് വേണ്ടി ചോദിക്കാൻ വരുന്നേ. അപ്പൊ നിന്റെ കെട്ടിയവൻ എവിടെ? സാറ് കല്യാണം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞപ്പോ ഞങ്ങൾക്ക് ഒരു കുട്ടി ഉണ്ടായി. അതങ്ങനാന്നല്ലോ. അതിന്റെ 28 കഴിഞ്ഞിട്ട് അന്ന് നാട് വിട്ടു പോയത് അങ്ങാര്. എന്റെ ഇളയ കുഞ്ഞിന് 4 വയസ്സായി. ഇതുവരെ അങ്ങാര് തിരിച്ചു വന്നിട്ടില്ല. പക്ഷെ അതങ്ങനല്ലല്ലോ. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല സാറ്. കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുവാ. സാറേ ഒരു തിരിയിട്ട് തീയം കൊടു. പെങ്ങളെ അത് അന്വേഷിക്കാൻ അങ്ങോട്ട് മാറി നിൽക്കുക കേട്ടോ. ഞാൻ പോട്ടെ. ഇവനെ നോക്കുമ്പോ ഇങ്ങോട്ട് വാടാ, ഇവിടെ വാ. എടാ നിന്നെ കുറിച്ച് വേറൊരു പരാതിയുണ്ട്. അതെന്ത് സാറേ വേറെ പരാതി? നീ നമ്പരൊക്കെ എഴുതി പൂരപ്പറമ്പിൽ കൊണ്ടുവന്ന് പെണ്ണുങ്ങൾക്ക് കൊടുക്കുമല്ലോ. നിന്റെ നമ്പർ എന്ന് പറഞ്ഞേ. സാറേ എൻ്റെ നമ്പർ 90 37 93 95 95. അല്ല 93. ആ 3 ആ 3. ഓക്കേ. സാറേ വേറെ പ്രശ്നമുണ്ട് സാറ്. രാത്രി 10 മണിയായി കഴിഞ്ഞാൽ ഫ്രണ്ട് കഥവിനകത്ത് വന്നപ്പോ മുട്ടക്കുക. ആര്? പക്ഷെ ഞാനൊരു പ്രതിനിധി ഉണ്ട് കേട്ടോ. ആ. ഞാൻ ആ കഥ ഇളക്കി മാറ്റി വെച്ചു. അപ്പൊ TV കളി കണ്ടോണ്ടിരുന്നവനെ പിടിച്ച് ഗാലറി കയറ്റി അങ്ങ് ഇരുത്തി. എന്റെ കെട്ടിയവനെ കണ്ടുപിടിച്ചതാ സാറ്. കണ്ടുപിടിച്ച് തരാൻ പെങ്ങളെ. ഒരു കാര്യം ചെയ്യും, ഈ വെള്ളക്കടലാസിലോട്ട് പരാതി അങ്ങോട്ട് എഴുതും. ഏത് കഥയാ സാറ്? ആ കുഞ്ചിയമ്മയുടെ എന്റെ പെണ്ണു പെങ്ങളെ നിങ്ങളെ ഭർത്താവിനെ കണ്ടു കിട്ടണമെന്ന് പറഞ്ഞിട്ട് ഒരു പരാതി അങ്ങോട്ട് എഴുതാൻ. സാറേ ഞാൻ പോട്ടെ. ഇവന് പോകാൻ തീർന്ന ഇവിടെ ഇങ്ങോട്ട് വന്നേ. എടാ നിനക്ക് വേറെ 2-3 പരാതിയുണ്ട്. വേറെ എന്തു സാറേ? ആനയും കൊണ്ട് ഭയങ്കര പണിയെടുപ്പിക്കുന്നുള്ള ഒരു പരാതി ഉണ്ടല്ലോ. പച്ചക്കള്ളം. ഞാൻ ഈ ആനയും കൊണ്ട് നടന്ന് ഉത്സവത്തിന് പൈസ ഉണ്ടാക്കുക. എങ്ങനെയാണെന്നറിയാവോ? എങ്ങനാ? എന്റെ ഈ ആന 5 ആനയുടെ ഫിഗർ ചെയ്യും. 5 ആനയാണ്. അരിക്കൊമ്പൻ, ആ. പടയപ്പ, ചക്കക്കൊമ്പൻ, പിടിയാന. പിടിയാനയുടെ ഫിഗർ നിന്റെ ആന എങ്ങനെ ചെയ്യും? കൊമ്പിയാന ഊരും. നിന്റെ എല്ലി ആനൂര്. എടാ എടോ നിന്റെ ആനയ്ക്ക് മതമുണ്ടോ? എന്റെ സാറേ എന്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എന്തുവാ? കൂടെ നടക്കുന്നതിന്റെ മതമോ ജാതിയോ ഒന്നും ചോദിക്കരുത്. ആനയാന്ന് പറഞ്ഞാലും അത് മനുഷ്യനല്ലേ. അല്ല സാറേ പറയട്ടെ, അതിനി അത് ചോദിച്ചാൽ പറഞ്ഞ് കാട്ടി കയറിപ്പോയാ ഈ പറയുന്ന ഇവര് പിടിച്ചോണ്ട് വരുമോ? ഞാനോ? നീ പിടിച്ചോണ്ട് വരുമോ? നീ പിടിച്ചോണ്ട് വരുമോ? സാറ് പിടിച്ചോണ്ട് വരുമോ? ഞാൻ നിന്റെ ആനയെ പിടിക്കാൻ നടക്കൂല്ലേ? സാറേ പരാതി. പരാതി എഴുതിയ മോളെ. ആ ബഹുമെനക്കെട്ട സുറേ, കൊള്ളാം. എന്റെ കൊട്ടിയവനെ കറുത്ത 6 വർഷമായി എണ്ണയും കളഞ്ഞ് പായിട്ട കിടക്കാനായി. അല്ല സാറേ, ഇല്ലേ? ബഹുമാനപ്പെട്ട സാറേ, ആ. കഴിഞ്ഞ 6 വർഷമായി ആ. എന്റെയും കളഞ്ഞു പോയിട്ട്. ഇനിയുണ്ടേ? ആ. ഇപ്പോൾ എണ്ണയും വേണ്ട മുളകും വേണ്ട ഇത് അങ്ങനല്ല. എന്നെയും വേണ്ട മോളെയും വേണ്ട എന്ന് ആക്ഷേപിക്കുന്നു. എന്നെയോ? അയ്യോ എന്നെ അപേക്ഷിക്കുന്നു ഞാൻ. ആ എന്റെ കണ്ണേട്ടാ. ഓ, അത് മാത്രം ഭാഗ്യത്തിന് കറക്റ്റ്. പണ്ട് തെറ്റുമായിരുന്നു, ഞാൻ പിന്നെ എഴുതി പഠിച്ചതാ. അല്പം അത് കാര്യമായി. എന്റെ കെട്ടിയവനെ കണ്ടുപിടിച്ചു. കെട്ടിയവനെ കണ്ടുപിടിച്ച് തരാം. ഫോട്ടോ വല്ലതും ഉണ്ടോ കെട്ടിയവന്റെ? ഇല്ല. രൂപസാദൃശ്യമൊക്കെ അറിയാമോ കെട്ടിയവന്റെ? അതൊക്കെ അറിയാം. അപ്പൊ നമുക്കതൊന്ന് വരയ്ക്കണമല്ലോ. എടാ ആ, ആ. നിനക്ക് വരയ്ക്കാൻ അറിയോ? പിന്നെ എനിക്കറിയത്തില്ലേ കുഞ്ഞാലി മരക്കാന്? ഞാൻ വരയ്ക്കാൻ. കോഴിക്കോട് വന്ന് കാല് കുത്തിയതല്ലോ. സോറി പെങ്ങളെ. എടാ അത് ഗാമ. അയ്യോ അത് കാല് കുത്തിയതിന്റെ ഗമ എന്നോട് വേണ്ട. എടാ നിനക്ക് പടം വരയ്ക്കാൻ അറിയാമോ? ആ പടം വരയ്ക്കറിയാം. ആ എന്നാ ഒരു കാര്യം ചെയ്. ആ. ഈ പറയുന്ന രൂപം ആ. ക്യാൻവാസിലോട്ടൊന്ന് വരയ്ക്കണം കേട്ടോ. അതുകൊണ്ടോ സാറേ നല്ല വരച്ച സൂപ്പറായിട്ട് വരച്ചു തരാം. ആ രൂപ സാദൃശ്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്ക. ആ മുഖം ചില സമയം 2 മുഖം പുള്ളിക്ക്. ഇരുതലമൂരിയാ. ഇരുതലമൂനെ വരയ്ക്കാൻ പറ്റത്തില്ല. അയ്യോ അത് വംശനാശ ഭീഷണി നേരിട്ടോണ്ടിരിക്കുന്ന ഒരു ജീവിയാ അത്. എന്റെ കെട്ടിയവനോ? ഇതിന്റെ കെട്ടിയവനാണ്. ഇരുതലമൂരിയുടെ കാര്യമല്ലയോ നമ്മൾ ഈ പറയുന്നത്. എന്റെ കെട്ടിയവനെ പിടിക്കാൻ പറഞ്ഞു ഇതിന്റെ കാര്യം പറയുന്നേ. കണ്ണുണ്ടോ? ഇവിടുന്ന് പോയപ്പോ കണ്ണുണ്ടായിരുന്നു. കയ്യിലിരിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല. അപ്പൊ കണ്ണുണ്ട്. കണ്ണുണ്ട്. മീശ കുരുവിനാന്ന് മീശയുണ്ട്.
കുനുകുനാന്നുണ്ടോ എന്തോ സാറേ? കുനുകുനാന്ന്. ഞാൻ ഇത് എഴുതുവല്ല വരയ്ക്കുക. അല്ല വരയ്ക്ക്. ആ ചെവി ചെവി രണ്ട് ചെവി. രണ്ട് ചെവി. അല്ല ഒരെണ്ണം കേക്കത്തില്ല. ആ കേൾക്കാത്ത ചെവിയാന്ന് വരച്ചു വെക്കണോ? അത് വരയ്ക്ക്. അല്ല പറഞ്ഞാ കേക്കത്തില്ലെന്ന്. ഈ പറഞ്ഞാ കേൾക്കാത്തവനെ എന്തോ ഇനി പിടിച്ചോണ്ട് കൊടുക്കുവാ. എടാ നീ അങ്ങ് വരയ്ക്ക പെങ്ങളെ. നെഞ്ചിന് താഴോട്ട് വേണോ? ജീവനുണ്ടെങ്കിൽ ചെഞ്ചിന് താഴോട്ട് വേണം. പെങ്ങളെ അതല്ല പറഞ്ഞത്. ഹാഫായിട്ട് വരയ്ക്കണോ ഫുള്ളായിട്ട് വരയ്ക്കണോ? ചുമ്മാ പറിച്ച് തീർക്കണ്ടല്ലോ, പാതി മതി. പാതി മതി. സാറേ ആ മുടിയാൻ ഇതുപോലെ. മുടിയാൻ ഇതുപോലെ. മുടി ഇതുപോലെ. ആ പെങ്ങളെ ഇത് എങ്ങനെയുണ്ടോ? ഇതെന്റെ ഭർത്താവ്. ഇത് ഈ ആനക്കാരനല്ലേ? ആഹാ അതിന്റെ ഉള്ള ഇടയ്ക്കൂടെ അതങ്ങ് ഒപ്പിച്ചില്ലേ? ഞാൻ ഫ്രീ ഇല്ലയോ സാറേ? പെങ്ങളെ ഒരു കാര്യം ചെയ്യാം. അവനിത് വരച്ച സ്ഥിതിക്ക് ഇനി നീ അവൻ വരുമോന്ന് എനിക്കൊരു പ്രതീക്ഷയില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ വഴിക്കൊന്ന് നോക്കിയാലോ? എനിക്കിപ്പോ ആരായാലും മതി. ദാ, ആ നീ അവളെ നോക്കുവോ? ഇവിടെ വന്നപ്പോ മുതൽ നോക്കുമല്ലയോ? ആ അതെനിക്ക് കണ്ടപ്പോഴേ മനസ്സിലായി. പെങ്ങളെ എങ്ങനെ ഉണ്ടെങ്കിലേ നമുക്കിത് അങ്ങ് ഓക്കെ ആക്കാം. അങ്ങനെ ആണെങ്കിൽ എന്നെ 3 മക്കളെ നോക്കുകയും ചോദിച്ചു. 3 മുമ്പ് അവള് പറഞ്ഞ 2 നൊണച്ചി. നമ്മള് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെയും ഒരു കുഞ്ഞൂടാകത്തില്ലയോ? ഓ അങ്ങ് കയറി ചിന്തിച്ചതാ. ആ അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഇന്നു മുതൽ നിങ്ങൾ 2 അല്ല 1 ആണ്. നിങ്ങളെ കല്യാണം ഞാൻ ഇവിടെ വെച്ച് നടത്തി തരും. അയ്യോ ഓ ഇവിടെ ഒരു പൂമാല പോലും കാണുന്നില്ല. തോർത്തെങ്കിൽ തോർത്ത ആ തോർത്ത് കൊണ്ട് ഇവിടെ കഴുത്തേലോട്ട് ഇട്ടാടാ. ആ ഞാനിടാം സാറേ, ഞാനിടാം. ഞാനിട്ടു. ആ ഇനി അതൂരി ഇവന്റെ കഴുത്തിട്ടു പെങ്ങളെ. ആനക്കാരൻ കുനിയുന്നില്ല സാറേ. ഇനിയെടാ അങ്ങോട്ട്. ഇനിയാ? അയ്യോ കല്യാണം പൊളിഞ്ഞു, കല്യാണം പൊളിഞ്ഞു, കല്യാണം. കല്യാണം പൊളിഞ്ഞില്ല. പിന്നെന്തിനാ സാർ കൂവിയേ? ഞാൻ കൊലവേ ഇട്ടതാ. സാറിന്റെ ഒരു കൊരവ. ആ ഞാൻ മാർക്കേ സിന്ദൂരം ഉണ്ടോ സാറേ? ഇത് ലേഡിയ ഷോപ്പ് അല്ല. എന്നാ അളിയൻ ഇങ്ങോട്ട് മാറ്. അളിയനോ? ഇനി ഇത്രയും നേരം പെങ്ങളെ വിളിച്ചേ. ആ എന്നാ അങ്ങനെ. സാർ അളിയനാ ഇല്ലയോ? അപ്പൊ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് നിങ്ങൾ ഇനി മുതൽ 2 അല്ല 1. അതാണ്ട് നിൽക്കുന്നടാ നിന്റെ പെണ്ണ്. വിളിച്ചോണ്ട് പോയി ആടിന് തീറ്റി ഇറക്കുവോ തെങ്ങേ കയറുവോ എന്താ വേണേലും ചെയ്യും. സാറേ എനിക്ക് ഞാൻ എങ്ങോട്ട് കൊണ്ടുപോവാനാ? ഒരുണ്ട് ഭൂമി എനിക്കില്ല. നിനക്കോ? എനിക്കും ഇല്ല. ആഹാ നിങ്ങളെ കല്യാണം നടത്തി തരാൻ സാധിക്കുമെങ്കിലേ നിങ്ങൾക്ക് കയറി കിടക്കാൻ ഒരു കടപ്പാടോ ഞാൻ ഉണ്ടാക്കി തരും. ആ സാറെല്ലാം കൂടെ വാരിപ്പറക്കി കെട്ടി എവിടെ പോവാ? ഓ നിങ്ങൾ ഇനി ഇവിടെ അങ്ങ് ജീവിച്ചോ. ഏ? ഞാൻ എവിടെയും പോയൊരു പോലീസ് സ്റ്റേഷൻ വെച്ച് അങ്ങ് ജീവിച്ചോളാമേ. സെറ്റ്. കോമഡി ഇത് ഐറ്റം വേറെ. പ്രഭാതഭേരി. അത് ആന വരത്തു നോക്കൂ. പേടിച്ചു പോയി. ചെരുപ്പ് തീർച്ചാന്നോ? പേടിച്ചു പോയി. ആ നീയാണോ ഇപ്പൊ അങ്ങോട്ട് ഓടിപ്പോയി? ഞാനാണോ ഓടിയേ? അല്ല നീ കടയിൽ കയറാതെ ഓടിപ്പോയത്. എനിക്ക് ആഗ്രഹമില്ല. ഞാൻ ഈ കാലം അവിടെ നിക്കണ്ടേ? ഞാൻ പിന്നെ അവിടെ കൊണ്ടിട്ട് തിരിച്ചോണ്ട് വരുവാ. പതിവ് പോലെ ഇന്നും ബാലേ പൊളിഞ്ഞു. അതെന്തോ ചോദ്യം അണ്ണാ. ഒരാളെ നമുക്ക് എങ്ങനെ വേണേലും കൊല്ലാം, പക്ഷെ അഭിനയം വലിയ പാടാ കേട്ടോ. ഈ അമ്പലത്തിലോട്ടെ ഇവിടുന്ന് എന്തോട്ട് ദൂരം? ഇവിടുന്ന് 10-12 കിലോമീറ്റർ ഉണ്ട്. 5 മിനിറ്റ് എടുത്തോളൂ ഞാൻ ഇവിടെ വരാൻ. എടാ അശോകന്റെ മോൻ എന്തിയടാ? അവൻ എന്റെ പാത പിന്തുടർന്ന് വരുന്നുണ്ട്. അണ്ണന്റെ കാല്, അണ്ണന്റെ കാല്, ആ, ദാ വരുന്നു. അണ്ണന്റെ കാല്, അണ്ണന്റെ കാല്, അണ്ണന്റെ മുടിഞ്ഞ കാല്. ഓ എടാ നീ നല്ല പാർട്ടിയാ. നീ എവിടെ പോയി കിടക്കുമായിരുന്നു? എന്റെ പൊന്നെണ്ണ, നിങ്ങൾ പരിപാടി കഴിഞ്ഞാൽ നിങ്ങൾ ഓടിയില്ലയോ? ആ. കമ്മിറ്റിക്കാരൻ ഒരുത്തം വന്നിട്ട് തോളൽ ഇങ്ങനെ കൈയിട്ടിട്ട് ആ. എടാ അശോകന്റെ മോനെന്ന്. അങ്ങനെ തന്നെ ആണോ വിളി? അങ്ങനെ തന്നെ എന്നെ വിളിച്ചത്. എന്നെ വിളിച്ചിട്ട് ചോദിച്ചു ആ രാജാവായിട്ട് ചെയ്തവൻ എന്ത് ചെയ്യടാന്ന് പറഞ്ഞു. എന്താ ഇത്? എനിക്കറിയാം വാക്കില്ല കിട്ടാനാന്ന്. ഞാൻ അപ്പോഴേ അവിടുന്ന് ഓടി. എന്റെ ഓടി വരുന്ന വഴിക്കുണ്ടല്ലോ ആ നമ്മുടെ ബാലയുടെ പോസ്റ്ററൊക്കെ ഈ മതിൽ ഒട്ടിച്ചു വെച്ചിട്ടില്ലയോ? ഉണ്ടായിരുന്നു. ഈ കണത്തിലുള്ള കമ്പ് കൊണ്ട് കമ്മിറ്റിക്കാർ അതിനകത്തിട്ട് അടിക്കുന്നെണ്ണ. പോസ്റ്ററല്ലോ? ഓ അതെന്ത് പിഴച്ചു? എനിക്കറിയാമോ. ആ അമ്പാണ് നിന്റെ കയ്യിലിരിക്കുന്നേ. ആ. ബില്ലെന്തിയേ? ഓടുന്ന ഇടയ്ക്ക് ഞാൻ ബില്ല് കൊണ്ട് ഓടാൻ പറ്റുമോ? ഈ അമ്പ് മേടിച്ചെന്റെ ബില്ലെന്തിയെന്ന്? നീ അതിന്റെ ഇടയ്ക്ക് അത് ചോദിക്കാൻ നിൽക്കുക. എടാ എന്റെ കയ്യിൽ നിന്നല്ലേ പൈസ പോന്നേ. ആ പിന്നെ ആ എനിക്കന്ന് നടു വന്നേ അനക്കാൻ വയ്യ. അണ്ണാ നടുവേദനക്ക് എന്തെങ്കിലും ഒരു മരുന്നുണ്ട്? എടാ അത് പച്ചലയുടെ നീര് പിഴിഞ്ഞങ്ങ് തേച്ചാ മതി, മാറും. അല്ലെ തുളസി മരുന്നാന്ന് പറഞ്ഞാ. എടാ തുളസി മരുന്നാന്ന് അറിയത്തില്ല, അവന്റെ അനിയൻ കഞ്ചാവാ. നല്ല കാര്യം ഉണ്ടായിരുന്നോടാ. അണ്ണൻ കട്ടൻ ചായക്ക് പറഞ്ഞായിരുന്നോ? കട്ടൻ ചായ നിനക്ക് വേണോ? പിന്നെ അണ്ണാ ഒരു 2 കട്ടൻ ചായ. നല്ല സൂപ്പർ കട്ടൻ ചായ നിങ്ങൾക്ക് എടുത്തു തരാം. ക്ഷീണിച്ച് വന്നതല്ലേ? ആന്നോ? ആ ചായ കൂടി, കട്ടൻ ചായ അങ്ങോട്ട് കൂടി, എന്നിട്ട് എന്റെ അഭിപ്രായം അങ്ങോട്ട് പറ ആ, കേട്ടോ. പറയാം. നല്ല ടേസ്റ്റ് അണ്ണാ. ഞാൻ കുടിച്ച് നോക്കിട്ടേ പറയത്തുള്ളൂ. കിടുക്കാച്ച് സാധനം. എന്താ അടങ്ങിയിരിക്കുന്നേ? ഞാൻ ഈ ഓടിയ ക്ഷീണം കൊണ്ട് അങ്ങ് അടങ്ങി അങ്ങ് ഇരിക്കുക. എടാ അതല്ലെന്ന്, ഈ ചായക്കകത്ത് എന്തോ അടങ്ങിയിരിക്കുന്നത്? അത് അണ്ണം പറയണ. ലെമൺ പിഴിഞ്ഞൊഴിച്ചിരിക്കുമല്ലയോ? യവൻ പിഴിഞ്ഞൊഴിച്ചാൽ സൂപ്പർ ചായ അല്ലേ അണ്ണാ? സൂപ്പർ ചായ.
ചേട്ടാ മാരങ്ക പിഴിഞ്ഞൊഴിച്ചിരിക്കുവന്ന് ഇതിനകത്ത്. നാരങ്ങ ആ. പിന്നെ അങ്ങനെ പറയണ്ടേ എന്നാ ക്ലാസ് ഇന്നലെ നിങ്ങളെ കണ്ടില്ലല്ലോ, ഇന്നലെ പരിപാടി ഇരുന്നായിരുന്നു. പിന്നെ ഇന്നലെ പരിപാടി ഉണ്ടായിരുന്നു. ഇന്നലെ പരിപാടി ആരെ ഇറങ്ങുന്നിടത്തില്ലായിരുന്നു, കാളയില്. കാളയല്ലടാ ലാഹ. ലാഹയിലായിരുന്നു. ആ ഞങ്ങൾ അവിടെ പരിപാടിക്ക് പോയി. പരിപാടിക്ക് അവിടെ ഞങ്ങൾ ചെന്ന് കയറി പരിപാടിയൊക്കെ അങ്ങ് നടത്തി. 100 പ്രോഗ്രാം കേറി നിൽക്കുക. എങ്ങനെ 100 ഞങ്ങൾ ഓടി നിൽക്കുക. അത് ഇനി ഞാൻ ഇത് മറച്ചു വെച്ചിട്ട് കാര്യമില്ല. പരിപാടി ചീറ്റി. ഞങ്ങൾ 5-6 പേര് കൂടി ആ റോഡിൽ ചെന്ന് അങ്ങ് ഇറങ്ങി. ഇറങ്ങിയത് എവിടാ? 5 ഒറ്റയാന. 5 ഉണ്ടായിരുന്നു. സത്യം 5 ഉണ്ടായിരുന്നു. ഈ ഒറ്റയാനയുടെ മുമ്പിൽ ചെന്ന് ചാടിയതോ? ഞങ്ങൾ എങ്ങോട്ട് പോവാനാ? ആന കൊല്ലത്തില്ലേ? ആന കൊല്ലത്തില്ലേ, കരുനാഗപ്പള്ളിയിലില്ലേ, പക്ഷെ എനിക്കറിയത്തില്ല. കാട്ടാനയുടെ കാര്യമാണ് ഞാനീ പറഞ്ഞേ. പത്രം ഇന്നത്തെ ആണോണ്ണ? അയ്യോ മാമ്പഴത്തിന് എന്തോ വിലയാണോ ഇത്? എടാ പിന്നെ മാമ്പഴം പഴങ്ങളിലെ രാജാവല്ലയോ, ആണോ? അതിന് വില കൂടത്തില്ലേ? എനിക്ക് അതിനകത്ത് യോജിപ്പൊന്നുമില്ല കേട്ടോ. അതെന്താ? രാജാവ് ആക്കണേ പൈനാപ്പിളെ ആക്കണം. അതിനകത്തില്ലേ കിരീടം ഉള്ളത്. അത് ശരി. എടാ അശോകന്റെ മോനെ, അണ്ണ അത് പഴവണ്ണ. പിന്നെ നീ എന്തുവാണെന്നാ വിചാരിച്ചത്? ചെന്ന് മേടിച്ചല്ലോടാ, ചെന്ന് മേടിച്ചല്ലോ. ഈ ഫോണൂടെ ഉള്ളായിരുന്നു എന്നെ അടിക്കാൻ. ഹലോ, മടത്തറയോ? മടത്തറ അമ്പലത്തിൽ നിന്ന് നമുക്ക് നാളത്തേക്കുള്ള ലിസ്റ്റ് അങ്ങോട്ട് കൊടുക്കാൻ. നമുക്ക് മടുത്തറ ഭാഗത്തൊന്നും അടി ഇട്ടിട്ടില്ല അല്ലയോ? ഇതുപോലെ അടി കിട്ടിയ തികയാത്തൊരു ചെറുക്കൻ. എടാ നിന്റെ ദേഹത്തല്ലോ ഇതൊന്നും വന്നു. നീ ലിസ്റ്റ് പറയടാ. അണ്ണ തീ ഒരു കവറ്, ആ. ഡെസ്ക്, ആ കസാര 2 വീതം, ആ. 2 ബോക്സ് സോഡ. സോഡ ഗ്യാസ് വേണമെന്നൊന്നും. ഗ്യാസ് വേണ്ട. ഇത് ഒന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ലണ്ണ. ഈ അമ്പലത്തിന് 4 വർഷത്തോളം റൂട്ട് മാപ്പ് വേണം കേട്ടോ. നീയൊന്നും പറയണ്ട. ഇവൻ നിമിത്തം ഇന്നലെ വാലേ പൊളിഞ്ഞ്. അതിനകത്ത് രാവണൻ കയറി വരുന്ന ഒരു ഭാഗമുണ്ട്. 10 തല വേണ്ടേ? ഇവൻ കൊണ്ടുവന്നതാ 8 എണ്ണം. 2 എണ്ണം എന്ത് ചെയ്യാൻ ചോദിച്ചാൽ പറയാ തലവേദനയായിട്ട് റെസ്റ്റാന്ന്. അത് പറഞ്ഞു തീർന്നതോ കമ്മിറ്റിക്കാർ വന്ന ആദ്യത്തെ അടി എന്റെ തലയ്ക്ക്. ഇവന് രക്ഷപ്പെടാ. ഈ 8 എണ്ണത്തിൽ നീ ഇവന്റേത് നോക്കിയെടുക്കുമ്പോഴത്തേന് ഇവൻ വീട്ടിൽ ചെല്ലും. പിന്നെ ഞാൻ നിന്ന് കൊള്ളുക. അറിയാവോ? അതൊക്കെ നിങ്ങളുടെ കാര്യം. പറ്റു കൂടുന്നുണ്ട് രണ്ടുപേരുടെ. എന്റെ കണക്ക് പറഞ്ഞാൽ ഇപ്പൊ തരാം. നിന്റെ കണക്ക് നീ എന്തൊക്കെയാ കഴിച്ചത്? ഒരു ചായ, ഒരു കടി. നീ എന്തൊക്കെയായിരുന്നു കഴിച്ചത്? ഞാന് ഒരു ചായ 10 കടി. അതൊക്കെ 10 കടിയാവും. ഈ ഒരു ബോണ്ടായി കിട്ടായി 10 കടി. എന്നിട്ടങ്ങാണ്ട് ഏറ്റോ എന്തുവായാലും 5 5 5 5 10 10 5 15 5 20. നീ എന്നാ ചെയ്യും? കൊറേ വർഷമായി ഞാൻ കട തുടങ്ങിയിട്ട്. 21 ആഹാ 22 23 25 രൂപ തരണം. ഇവനെ കൊണ്ട് ഞാൻ ഈ ബാല കളിച്ച ഇവനല്ലേ ഇത് പൊളിക്കുന്നേ? ഇവനാ പൊളിക്കുന്നത്. അണ്ണനാ നീയാ പൊളിക്കുന്നേ? അണ്ണനാ പൊളിക്കുന്നത്. നിർത്ത്. ഈ കട കിടന്ന് വഴക്കുണ്ടാകരുത്. നിങ്ങൾ രണ്ടും ബാലയിലെ കുറച്ച് ഭാഗം ഇവിടുന്ന് കളിച്ച് കാണിക്കാം. ഞാനൊന്ന് കണ്ടിട്ട് പറയാം ആരാ പൊളിക്കുന്നത്. ഈ വെല്ലുവിളി ഞാൻ അങ്ങ് ഏറ്റെടുത്ത്. അങ്ങനെയാണെ ഞാനും അങ്ങ് തുടങ്ങുവാ. ശരിയാണ്. ഹലോ 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 കലാസ്നേഹികളെ, മണ്ണാറക്കുളഞ്ഞി മണിയൻ തിയേറ്റേഴ്സിന്റെ 25ാം കലോപഹാരം. എത്ര രഘു? 25. അപ്പൊ ഇന്നും ഇന്നലെ ഒന്നും തുടങ്ങിയതല്ലേ? ഒന്ന് ചുമ്മാരിയാ. 25ാമത് കലോപഹാരം ഒരു യുദ്ധം വരുത്തി വെച്ച മൊന. മൊനയല്ല, മെന മെന മേന. ഞാനാ രാജാവേ. ആരവിടെ? മഹാരാജൻ. ഒന്ന് കടന്നു വരൂ. പറയൂ മഹാരാജൻ. അയൽ രാജ്യത്തു നിന്ന് നമുക്ക് വന്ന ആ ഓലയെടുത്തൊന്ന് വായിക്കൂ. ശരി മഹാരാജൻ. മഹാരാജൻ. മഹാരാജൻ അവിടെ നിന്നാട്ട് ഇത് അടുപ്പിനകത്ത് കത്തിക്കാൻ വെച്ചിരിക്കുന്ന ഓലയാ. കൊണ്ട് നോക്ക്. അണ്ണ ഒന്ന് കളിച്ചിട്ട് അങ്ങ് തരാണ്ണ. ഓല എടുത്ത് കളയരുത്. അണ്ണ നീ എടുത്തിട്ട് വേണം. കളിച്ചിട്ട് കൊടുക്കത്തില്ല. ഒന്നുകൂടി വിളിക്കണ്ണ. മഹാരാജൻ. കൊണ്ടുപോവാ. അപ്പുറത്തെ പുറമിന്ന് ഓല കൊണ്ടുവന്നിട്ടുണ്ട്. ഏതിനകത്തുനിന്നാ എഴുതി ഞാൻ നോക്കി എടുക്കുവിൻ. ഞാൻ നോക്കിക്കൊള്ളാം. ഇതിലല്ല, ഇതിനകത്തില്ല, ഇതിനകത്തുമില്ല. ലാസ്റ്റ് കൊണ്ട് എഴുതി വെച്ചേക്കുവാ. അയൽ രാജ്യത്തു നിന്നും അടുത്ത ഞായറാഴ്ച രാവിലെ ഒരു മുടിഞ്ഞ യുദ്ധം തുടങ്ങാൻ പോവാ. പേടിക്കണ്ട, നമ്മുടെ പ്രജകളോട് എത്രയും വേഗം സജ്ജമാകാൻ പറയൂ. ഒരു പഠനം അവിടെ വിഷമിച്ചിരിക്കുന്നു. എന്തുവാ? കുന്തമില്ലെന്നും പറഞ്ഞോണ്ട് അത് കുടത്തിൽ തപ്പാൻ പറയും. ശരി പ്രഭു. യുദ്ധവിവരം റാണി അറിഞ്ഞിട്ടില്ല. റാണിയോടൊന്ന് പറയണം. റാണി എവിടെ? പത്തനംതിട്ട കഴിഞ്ഞല്ലയോ റാന്നി? റാന്നി അല്ല, റാണി. അതെനിക്ക് കേൾക്കത്തക്ക രീതി പറയണം. പറയാം. റാണി എവിടെ? പ്രഭു, ഞാൻ പോയി റാണിയെ വിളിച്ചോണ്ട് വരട്ടെ. തക്കേന്നായിക്കോട്ടെ. അടിയൻ 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 അടിയൻ.
ഈ കെപ്പും കടയില്ലാത്ത എന്നോടാണോ ഇത്രയും ധൈര്യമുള്ള? നിനക്ക് എങ്ങനെ യുദ്ധം ചെയ്യാൻ തോന്നി? അവനോടാ എന്റെ കളി. അവൻ വിടുവോ? ഇതുവല്ലോ ഇവിടെ ഇരിക്കുന്ന ഇവന് വല്ല ഇതറിയാവോ? ഞാൻ ഇവിടെ വെച്ച പരിപാടി നടത്തിക്കത്തില്ല, കേട്ടോ. നിങ്ങളൊന്ന് ക്ഷമിക്കണ്ട, നിങ്ങളെ നാടകം ഒന്നും ആയില്ല. നീ ആ ബാലയുടെ ട്വിസ്റ്റ്. ഇപ്പൊ റാന്നിന്ന് വരും, റാന്നിന്ന് വരും പോലും റാണി വരും. റാണി വരുമ്പോ അണ്ണൻ ദേ ഈ ഫോണില്ലേ, ഈ ഫോണിനകത്തുനിന്ന് ഒരു പാട്ട് വെക്കണേ. പാട്ട് ഞാനിടാം. മഹാരാജൻ പ്രിയതമീ ശകുന്തളേ പ്രമദമാനസ സരസിൽ നീന്തും പ്രണയഹംസമല്ലേ നീ. മഹാറാണി, മഹാരാജൻ എന്റെ ഈ കുന്തളിപ്പ് കണ്ടിട്ട് എനിക്ക് അടിമുടി അങ്ങ് കുളിര് കോരുവാ. എനിക്ക് അടിമുടി അങ്ങ് ചൊറിഞ്ഞു കയറി വരും. ഇതെന്താ പരിപാടിയാണോ? എന്താണ് ബാല കളിക്കുന്നത്? ഇങ്ങനെ ഇതെന്താ ബാല? ഇത് നിങ്ങൾ പറയുന്നോ? ഒക്കത്തിൽ അണ്ണൻ സമ്മതിക്കാതെ വന്നെ എന്തോ ഞാൻ പറയാം. ഇവിടെ ഇരി. പിന്നെ ഇങ്ങനത്തെ ബാലയൊന്നും ഇവിടെ കളിക്കാൻ പറ്റില്ല. സൂപ്പർ ബാലെ കടയിൽ കച്ചവടം നടക്കണം. അണ്ണാ, അണ്ണൻ വിഷമിക്കാരി. ഈ ബാല അങ്ങ് പോട്ടെ. ആ. ഞാൻ അണ്ണനോട് സന്തോഷ കാര്യം പറയട്ടെ. പറയട്ടെ അണ്ണാ. പറയടാ. അടുത്ത ജൂൺ ആദ്യവാരം മുതൽ ഞങ്ങൾ അവതരിപ്പിക്കുന്ന 26ാമത്തെ ബാല പേര് പറയണ പറയട്ടെ. വെടിഞ്ഞ വാളും മുടിഞ്ഞ യുദ്ധവും. അതിന്റെ പോസ്റ്റർ ഞങ്ങൾ ഈ കടൽ ഒട്ടിച്ചോട്ട്. അതിന്റെ പോസ്റ്റർ ഈ കടയിൽ ഒട്ടിച്ചിട്ട് വേണം എന്നെ ഈ കടയാ നാട്ടുകാരെ നിർത്തി കത്തിക്കാൻ. ഇറങ്ങി പോയടാ. കോമഡി ഇത് ഐറ്റം വേറെ. സെക്രട്ടറി അണ്ണ, ഞാൻ പാട്ട് താഴെ നിർത്തിയിട്ടുണ്ട്. അനൗൺസ്മെന്റ് ചെയ്തു. ഞാൻ പ്രോഗ്രാം അല്ലോ ഒന്ന് അനൗൺസ് ചെയ്യട്ടെ. അമ്മേ ശരണം, ദേവി ശരണം. ഭക്തജനങ്ങളെ, രാത്രി 8 മണി മുതൽ 9 മണി വരെ 1 മണിക്കൂർ അങ്ങനെ പോയി കിട്ടും. രാത്രി 10 മണി മുതൽ നൃത്ത സംഗീത നാടകം. അർദ്ധരാത്രി വെളുപ്പിനെ 6 മണിക്ക് പതിവ് പോലെ നേരം വെളുക്കും. അമ്മേ ശരണം, ദേവി ശരണം. ഇതെന്താ മൈക്കാടാ? തൊണ്ടയിലെ വെള്ളം എല്ലാം വലിച്ചെടുക്കുവാന്നല്ലോ. അയ്യോ, അണ്ണനായിട്ടില്ലേ അങ്ങാർക്ക് ഈ വർക്ക് കൊടുത്തേ? ആ. ഇത് വേറെ ആർക്കെങ്കിലും കൊടുക്കാൻ വയ്യായിരുന്നു. ആ. ഞാൻ ഉള്ളത് കൊണ്ട് മാത്രം ഈ പിടിച്ചു നിൽക്കുന്നത്. അടുത്ത വർഷം ഈ വർക്ക് എനിക്ക് തന്നെ തരണം. പറഞ്ഞു കേട്ടല്ലോ. പിന്നെ നമ്മൾ ഈ പറഞ്ഞ കാര്യം ഞാനും അണ്ണനും അല്ല മറ്റൊരു മനുഷ്യൻ അറിയരുത് കേട്ടോ. ഞാൻ പറയത്തില്ല, നീ പോയി പണി ചെയ്യ് പോ. തങ്കഭസ്മ കൂറിയിട്ട തമ്പുരാട്ടി നിന്റെ തിങ്കള. അണ്ണാ, ആ നീ എവിടെ ആയിരുന്നടാ? ഞാൻ കടയിലൊന്ന് കയറിയാണ്. സോപ്പ് മേടിക്കണമായിരുന്നു, പേസ്റ്റ് മേടിക്കണമായിരുന്നു. ഇത് രണ്ടും നീ ഉപയോഗിച്ച് തുടങ്ങിയോ? കളിയാക്കാരി അണ്ണാ. നീ ഇങ്ങോട്ട് വന്ന വഴിക്ക് കമ്മിറ്റിക്കാരെ വല്ലതും കണ്ടോ? ആ, ഞാൻ കമ്മിറ്റിക്കാരെ കണ്ടായിരുന്നു. ആ. അപ്പൊ അവരെന്നോട് ചോദിച്ചു അണ്ണൻ എന്ത് ചെയ്യാൻ ചോദിച്ചു. ആ. അപ്പൊ ഞാൻ പറഞ്ഞ അണ്ണനല്ല, എന്റെ കാണപ്പെട്ട ദൈവമാണ്. അങ്ങനെ തന്നെയാണോ നീ പറഞ്ഞേ? അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞു. ആ. അപ്പൊ എന്നോട് ചോദിച്ചവര് ആ വേറെ വല്ല സാധനങ്ങളൊക്കെ പുറകെ വരുന്നുണ്ടോന്ന്. ആ. അപ്പൊ ഞാൻ പറഞ്ഞു അണ്ണൻ ഒരുപാട് ഐറ്റങ്ങൾ കൂടെ ഇറക്കുന്നുണ്ടെന്ന്. ആ. ഞാൻ അണ്ണനെ പറഞ്ഞ് കേറ്റി വെച്ചേക്കുവാ. ആണോ? ആ. നീ പറഞ്ഞ ആ കേറ്റി വെച്ചില്ലയോ? ആ. ഞാൻ ആ കേറ്റി കെട്ടിയതിനകത്തോടെ ഞാൻ കേട്ടു. അപ്പൊ മൈക്ക് ഓഫ് അല്ലായിരുന്നോ? എടാ, നമ്മുടെ മൈക്ക് ഓഫ് ആകുന്നതാണോ? ആ മൈക്ക് ഓഫ് ആകുന്നതാണോ? ആണോ? എടാ, ഇവിടെ 100 കൂട്ടം പണിയുണ്ട്. ആ. ലൈറ്റ് ഇടണം, മൈക്ക് കെട്ടണം, ട്യൂബ് കെട്ടണം. നീ എവിടെ പോയി കിടക്കുമായിരുന്നു? അണ്ണ 2 ദിവസം കൊണ്ട് ഞാനില്ല ഈ മരത്തിലൊക്കെ കയറുന്നത്. ആ. അണ്ണന്റെ മാമനെ ഒന്ന് വിളിയണ സഹായത്തിന്. എടാ, അത് നീ അറിഞ്ഞില്ലയോ? അതെന്തുവാ? മാമൻ പ്രകൃതി വിരുദ്ധത്തിന് കേസെടുത്തിട്ടിരിക്കുക. ആരോട് ചെയ്തണ്ണ ഈ വേല? അതെന്തുവാന്നറിയാവോ? ആ. എടാ, മാവിന്റെ തൊലിയില്ലയോ? ആ. അത് ചെത്തിയെടുത്ത് പ്ലാവെ കൊണ്ടുവച്ച് അങ്ങ് കെട്ടി. അതിനെ പ്രകൃതി വിരുദ്ധത്തിന് കേസ്. അണ്ണ അത് പഠിക്കണ്ണ. ബഡിങ്ങ ലാബിങ്ങ എന്താന്ന് എനിക്കറിയത്തില്ല. ആളിപ്പോ അകത്താ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ആ. നിന്റെ ഒരു കൂട്ടുകാരനല്ലേ സുരേഷ്? ഓ. അവനെ വിളി. ഓ, അവൻ വിഷമിച്ചിരിക്കുന്ന വീട്ടിൽ. അതെന്തിനു? എന്റെ പൊന്നണ്ണ, സുരേഷ് ഇന്നലെ പണിയും കഴിഞ്ഞ് വന്നപ്പോ ഉണ്ടല്ലോ, ആ. അവന്റെ ഫോണിൽ ഒരു മെസ്സേജ് വന്നു. ആ. ഇത് 101 പേർക്ക് അയച്ചു കൊടുത്തില്ലെങ്കിൽ ആ. അവന്റെ ദാമ്പത്യ ജീവിതത്തിൽ പല പ്രശ്നങ്ങളുണ്ടാവും. എന്നിട്ട് അവൻ അയച്ചു കൊടുത്തോ? എവിടെ അവൻ കിടന്ന് ഉറങ്ങിയണ്ണ. അയ്യോ. എന്നിട്ട് നേരം വെളുത്തപ്പോളേ ആ. അവന്റെ ഭാര്യ ബംഗാളിയുടെ കൂടെ ഒളിച്ചോടി പോയി. അതാ. അപ്പൊ ആ മെസ്സേജ് അയച്ചു കൊടുക്കാത്തോണ്ട് സംഭവിച്ചില്ലയോ? ആണാണ്. എടാ, നീ വിനുവേ, നീ പറഞ്ഞ നേരാന്നോ? പിന്നെ സത്യമാന്ന്. എന്നാ ആ സുരേഷിനോട് വേണ്ട എന്റെ ഫോണിലുള്ള ആ മെസ്സേജ് ഒന്ന് അയക്കാം. അണ്ണ 101 പേർക്ക് ഇത് അയച്ചു കൊടുക്കുവോ? അത് ഞാനോ? ആ. എടാ, വീട്ടിൽ അറിഞ്ഞിരിപ്പില്ലേ? പോട്ടെ. വിനുവേ, ഓ, പ്ലെയർ ദൈവമേ കൈത്തോഴാം കാക്കുമാരാകണം, പാപമായ എന്നെ നീ കാക്കുമാരാകണം. മതിയണ്ണ? മതി. ഒരു പ്രാർത്ഥന ആയതുകൊണ്ട് ഞാൻ അനങ്ങാതാക്കി നിന്നതാ. ഇല്ലേ, നല്ല കീറി ഞാൻ വെച്ച് തന്നെ പ്ലെയർ എടുത്തോണ്ട് പാടാ. ഏറുന്ന എന്നാ പറഞ്ഞേ? എന്നാ എടാ, നീ എന്തോ ഈ കാണിക്കുന്നേ? നീ നിമിത്തം എന്റെ വർക്കല്ലേ ഇപ്പൊ വന്നത് കേട്ടോ. കഴിഞ്ഞ ദിവസം ആ ഗാനമേളക്ക് പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഇഞ്ചിൻ ഓഫാക്കി. അണ്ണാ, ആ ഇഞ്ചിന്റെ സൗണ്ട് കാരണമേ എനിക്ക് ആ പാട്ട് കേൾക്കാൻ പറ്റിയില്ല. ബെസ്റ്റ് പാർട്ടി. എടാ, ഇഞ്ചിനെല്ലാം തല്ലി പൊട്ടിച്ച്. ഓ, നിനക്കറിയാവല്ലോ,
2 ലക്ഷം രൂപ ലോൺ എടുത്താ ഞാൻ ഇത് വാങ്ങിച്ചേക്കുന്നത്. ഈ ലോണൊക്കെ എടുത്തിട്ട് അടവ് എങ്ങനെയാ? എടാ അത് ഞാൻ 18 പയറ്റി നോക്കി. മാനേജർ പറയാം അടച്ചോ കൊക്കെ. എന്നോട് കാണിക്കുന്ന ലോട്ടേ ബാങ്കിൽ കാണിച്ചാൽ പറ്റത്തില്ല കേട്ടോ. നീ ആ മരത്തിന്റെ ചോട്ടിലെ ലൈറ്റ് മണ്ടയിലെ ലൈറ്റ് അത്ര ഇടണം. ഓ അണീ ചോട്ടിലെ ലൈറ്റേ കടുവേം ചെയ്യുന്ന കടുവയല്ല കടുവേം പുലി. എടാ പോ അവിടുന്ന്. എടാ കത്തുകയും കെടുകയും. ഞാൻ പറയാൻ മറന്നു പോന്നേ. മണ്ടയിലെ ലൈറ്റ് ഇട്. നിന്റെ കായെല്ലാം പഴുത്തിരിക്കും അല്ലേ അണ്ണാ? അതെ അതിന്റെ കായ്ക്കല്ല പ്രാധാന്യം, അരിയാ. സൂപ്പർ അരി ആണോ? അങ്ങനെയാണെങ്കിൽ എന്റെ റേഷൻ കടി മരത്തിലോട്ടങ്ങ് ആക്കിയാലോ? നല്ല പാർട്ടിയാ. എടാ റേഷൻ കാർഡിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തെ. നീ എന്റെ പോക്കറ്റിൽ നിന്ന് ആധാർ കാർഡ് എടുത്തോ? ഇല്ല. എടാ ബിനുവേ കള്ളം പറയരുത്. എടുത്തണ്ണ. എന്തിനെടുത്തേ? ഞാൻ ലൈസൻസിന് വേണ്ടി പോയപ്പോഴേ അവര് പറഞ്ഞ് ആധാറിന്റെ കോപ്പി വേണമെന്ന്. എന്റേതോ? അല്ല എന്റെ. അപ്പൊ ഞാൻ നോക്കിയപ്പോ എന്റെ ആധാറിന്റെ കാലും കൊള്ളാണ് എന്റെ ആധാർ. നല്ല പാർട്ടിയല്ലോ നീ. ഉടനെ കിട്ടുവണ്ണ? ഉടനെ അല്ല, എടുത്തോണ്ട് വന്നില്ല, ഇപ്പൊ കിട്ടും. പോയി എടുത്തോണ്ട് വേണം. ഇതിപ്പം വന്ന് കയറി. ഹലോ, നമസ്കാരം. നമസ്കാരം. ഞാൻ ദിനേശൻ ഫ്രം USA. അത് സാരമില്ല, മോർണിംഗിൽ പറഞ്ഞിറങ്ങിയതേ ഉള്ളൂ. മോളിന്ന് പറഞ്ഞിറങ്ങാൻ ചക്കിപ്പരുന്തോ? അതല്ലെന്ന് പറഞ്ഞത്, രാവിലത്തെ വിമാനത്തിലാ വന്നതെന്ന്. അപ്പൊ കറക്റ്റായി. പിന്നെ ഞാൻ വീട്ടിൽ വന്നിരുന്നപ്പോ നല്ലൊരു പാട്ട് കേട്ട് വിടുന്നു. അത് കേട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. നിങ്ങളാണോ ഇതൊക്കെ വർക്ക് ചെയ്യുന്നത്? യുവർ നെയിം പ്ലീസ്. പിന്നെ പേരെന്തുവാ? സുനിൽ വിളക്ക് വെട്ടം. ഓക്കെ, നൈസ് നെയിം. യു നെക്സ്റ്റ്. സാഹിബേ എന്റെ പേര് ബിനു. ഓക്കെ, താങ്ക് യു. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴേ നിങ്ങളുടെ ഈ ക്ഷേത്രത്തിന്റെ കവാടത്തിന്റെ അവിടെ ഒരു ലൈറ്റ് സെറ്റ് കൊണ്ട് സംഭവം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ഒരു കാക്ക ചിറക് വിരിച്ചിരിക്കുന്നു. എടാ ബിനുവേ, നീ ആ ലൈറ്റ് എല്ലാം പറക്കി പിന്നെ മയിലിനെ ഉണ്ടാക്കിയോ? എന്റെ ദൈവമേ, സാറേ കാക്കയല്ല മയില. മയിലോ കുയിലോ, ദിസ് നോട്ട് വർക്ക്. തൊട്ടടുത്ത് തന്നെ ചരിഞ്ഞ ഒരു പീസാ ഗോപുരം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. നൈസ് വർക്ക്. അയ്യോ, ഇനി അതെന്തുവാണോ? എടാ ബിനു, അതെന്തുവാടാ? നിലവിളക്ക് ഉണ്ടാക്കി വലുത്. എടാ നിലവിളക്ക് നീ ഉണ്ടാക്കിയതോ? അങ്ങ് ഉണ്ടാക്കി. നേരെ ഒന്നും ഉണ്ടാക്കത്തില്ലായിരുന്നു. സാറേ ഇവൻ എന്നോടൊരു ബഹുമാനം തരണ്ടേ? പിന്നെ ഇത് ആശാനല്ലേ, ഒന്ന് റെസ്പെക്ട് കൂടെ. വേണ്ട, ഇവൻ എനിക്കൊന്നും വാങ്ങിച്ചു തരണ്ട, ഞാൻ വാങ്ങിച്ചു കൊടുക്കാം. എന്തോന്ന്? റസ്കും ബിസ്ക്കറ്റും. എടാ നിങ്ങളുടെ വിഷയമൊന്നും അല്ല ഇവിടുത്തെ കാര്യം. ഞാന് നിങ്ങളുടെ വർക്ക് കണ്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെ ഈ സെറ്റ് വർക്ക് എല്ലാം അമേരിക്കയെ കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അമേരിക്കയിലോ? ഞങ്ങളെയോ? എടാ ബിനുവേ, നമ്മളെ അമേരിക്ക കൊണ്ടുപോവാ. അമേരിക്കയിലോ? സാറേ അമേരിക്കയിലെ ലൈറ്റും ട്യൂൺ കട്ടണം കാറ്റടിക്കടയുണ്ടോ? ഇവിടെ അവിടെ പനയുണ്ടല്ലോ. അമേരിക്ക എവിടുന്നാ പന? ഗൾഫിലില്ലയോ പന? ഇവിടെ ഇവരെന്തോടോ പറയുന്നത്? ഇന്ത്യയിലുണ്ടോ പന? ഉണ്ട്. ഗൾഫിലുണ്ടോ പന? ഉണ്ട്. പിന്നെ അമേരിക്കയിൽ ഒരു പന നിന്നാ നിനക്കെന്താ പുളിമരം? നിനക്കെന്താ പുളിക്കുന്നു? എനിക്ക് പുളിക്കത്തൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനേ, ഈ വർക്ക് ഞാൻ ഏറ്റിരിക്കുന്ന 5 കോടി രൂപയ്ക്കാണ്. 5 കോടി രൂപയ്ക്കോ? എന്റെ ദൈവമേ, രക്ഷപ്പെട്ടു. അതിന്റെ 5 ലക്ഷം രൂപ അഡ്വാൻസുമായിട്ട് എന്റെ ഡ്രൈവർ ഇവിടെ എത്തും. ഞാൻ ലൊക്കേഷൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഏത് സിനിമയുടെ? ഇവിടെ സിനിമയുടെ അല്ലെന്ന്, ഇങ്ങോട്ടുള്ള ഗൂഗിൾ മാപ്പ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ. പിന്നെ വേറൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്കേ പോകാൻ പറ്റും. ഒരാൾക്കേ പറ്റത്തുള്ളൂ. ഒരു കാര്യം ചെയ്യ്, ഞാൻ വരാം. ഒരു കാര്യം കൂടെ ഞാൻ ചോദിക്കട്ടെ, ഇത് അടൂരിന്റെ മണ്ടയെ കൂടെ ആണോ ഫ്ലൈറ്റ് പോന്നെ? അതെന്തോ അങ്ങനെ ചോദിക്കാൻ കാര്യം? ഇവൻ അടൂക്കാരനാ. ഞാൻ അതേ ഉണ്ടെന്ന് അറിഞ്ഞ ഒന്നി ഇവനെ എറിഞ്ഞിടും, അല്ലെ വലിഞ്ഞെങ്ങനേലും അവൻ അതേ കേറും. ഒരു കാര്യം ചെയ്തല്ലോ, ഞങ്ങളുടെ കയ്യിലേക്കാ അങ്ങനെ ഉണ്ടെ എനിക്ക് പഠിക്കാൻ കയറുകയും ചെയ്യാം. ഇവന് ഇത് അറിയത്തുമില്ല. തനിക്ക് തീരെ വിദ്യാഭ്യാസം ഇല്ലെന്ന് എനിക്ക് മനസ്സിലായി. താൻ എത്ര ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്? 10? അല്ല, മടക്കി വരുന്നല്ലോ ഉള്ളോ. 4? എന്റെ അച്ഛന് 1 മുതൽ 4 വരെ അറിയത്തുള്ളൂ. അപ്പൊ അച്ഛൻ ഓർത്തിരിക്കുന്ന 4 ഏറ്റവും വലുത്. അങ്ങനെ കഷ്ടപ്പെട്ടായി എന്നെ പഠിപ്പിച്ച്. എടോ അത് പോരാ, അവിടെ പോണെങ്കിൽ ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം. അയ്യോടാ, ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കുന്ന ഒരാളെ നമുക്ക് അവിടെ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ചെറിയ അക്ഷരമാണ്. അമേരിക്കയിൽ പോകാനുള്ള കൊതി കൊണ്ട് ചോദിക്കുക, ഒരു 2 ഇംഗ്ലീഷ് എനിക്ക് തന്നുകൂടെ? ഇല്ല അല്ലേ? മിസ്റ്റർ സുനിൽ,
ഈ പയ്യൻ ഇത്രയൊക്കെ പറഞ്ഞില്ലേ ആ. അവൻ ചെറിയ അക്ഷരവും വലിയ അക്ഷരവും പറഞ്ഞു. നമുക്ക് ഇവനെ കൊണ്ടുപോയാലോ? ആ അതറിയാം, അതിനൊരു പദ്ധതി ഞാൻ കാണിച്ചു തരാം. സാറ് കാര്യം ചെയ്, ദേ ആ ഇത് അവനെ കൊണ്ട് ഒന്ന് വായിപ്പിക്കണം. ഓക്കേ, ഓക്കേ. കേട്ടോ? എടാ ബിനുവേ, ഓ സാറ് വിളിക്കുന്നു. അമേരിക്ക കൊണ്ടുപോകാനായിരിക്കും. ആ ചെന്ന് കയറിക്കോട്. പിന്നെ ഇതൊന്ന് വായിച്ചേ. ശ്രദ്ധിച്ചോ? ആ ആ SANTOOR കുളിക്കുന്ന സോപ്പ്. സൂപ്പർ. എങ്ങനെ ഇരിക്കുന്നു? അവൻ പറഞ്ഞ കറക്റ്റ് അല്ലേ? കുളിക്കുന്ന തോപ്പല്ലേ ഇത്? അവിടെ സ്കൂളിൽ പഠിക്കാൻ വിടും, നമ്മളെ പഠിക്കാൻ പോകും. അല്ല ഇങ്ങനെ ഇരിക്കും. എടാ നീ പിടിച്ചതിനെക്കാട്ടി വലുതാണല്ലോടാ ഈ പൊത്തിലിരിക്കുന്നേ. മിസ്റ്റർ സുനിൽ, ആ നമുക്കൊരു കാര്യം ചെയ്യാം. ഈ പയ്യനെ തന്നെ അങ്ങ് കൊണ്ടുപോവാ. ഇവന് ഇംഗ്ലീഷ് അറിയാൻ ഞാൻ അങ്ങ് സമ്മതിച്ചു. ഓ. വർക്ക് അറിയത്തില്ല. വർക്ക് അറിയത്തില്ലോ? എനിക്കറിയാം മാർക്ക്, എനിക്കറിയാം. അവന് വർക്ക് അറിയാം. ആ വർക്ക് അറിയാം, ഞാനിപ്പോ പറയാലോ. സാർ ഇപ്പൊ കണ്ടോണേ. ദേ ദേ ബിനു, ദേ ഇതിന്റെ ഫേസ് ഒന്ന് കാണിച്ചേ സാറിനെ. ഫേസ് കാണീരേ? ഒന്ന് പിടിച്ചോ, ടെസ്റ്റ് ഒന്ന് പിടിച്ചോ സാറേ. ഓക്കെ. ഇതിലല്ല കേട്ടോ. അത് പിടിക്കല്ല, നമ്മളെ പോക്ക് മുടങ്ങും. കണ്ടോ ഇവന്റെ മണ്ടത്തരം? ഇവന്റെ കയ്യിലിരുന്ന ടെസ്റ്റർ സാറിനെ തന്നിട്ട് ഇപ്പൊ കൈ കൊണ്ട് കാണിക്കുക. ഇവനെ കൊണ്ടായി അമേരിക്ക പോന്നെ. അമേരിക്ക ഇവൻ നിർത്തി കത്തിക്കും. കണ്ടു? അപ്പൊ ഇയാൾക്ക് വർക്ക് അറിയത്തില്ല. ആ ഒരാൾക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല, ഒരാൾക്ക് വർക്ക് അറിയത്തില്ല. അപ്പൊ ഞാൻ ആരെ കൊണ്ടു? ചിന്തിക്കേണ്ടതായിട്ടിരിക്കുന്നു. ആ ആ. ശരി, ശരി, ശരി. ചിന്തിച്ചൊക്കെ പറഞ്ഞാ മതി. എടാ ബിനു, എടാ ഞാൻ പോയി രക്ഷപ്പെടട്ടെ. ഒരു 2 ഇംഗ്ലീഷ് താടോ. ഞാൻ തരത്തില്ല, എന്നെ പണി പഠിപ്പിച്ചാ മതി. അത് ഞാൻ പഠിപ്പിക്കത്തില്ല. എടാ താടോ. ഞാൻ തരത്തില്ല. തരത്തില്ലയോ? ഇല്ല. ഈ മൈക്കിന്റെ ഓണർ ഞാനാണ്, ഞാൻ പോയിരിക്കും. അങ്ങനാണെങ്കിൽ അണ്ണന്റെ ഇല്ല രഹസ്യം ഞാൻ നാട്ടിൽ മൊത്തം പറഞ്ഞു നടക്കും. നീ പറയുവോ? ഞാൻ പറയും. അപ്പൊ നീ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുവോ? അല്ലയോ? ആ സാരമില്ലടാ, നീ പോയി ജീവിക്കേ. അങ്ങനെ വഴിക്കുവാ. നീ പൊക്കോ. ആ പൊക്കോടാ. സാറേ, ഞങ്ങൾ പറഞ്ഞൊരു ധാരണയിലെത്തി. അപ്പൊ അണ്ണൻ പറയുന്നത് ഞാൻ പോകാനായി പറയുന്നത്. ഞാൻ അങ്ങനെയാണെങ്കിൽ വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ ഇങ്ങോട്ട് വരട്ടെ സാറേ? സാറേ ഹലോ, ടെസ്റ്റ് സാറേ, ടെസ്റ്റ് സാർ. അയ്യോ ചത്തിരിക്കുവാന്നോ അണ്ണാ? ഞാൻ അവിടെ നിന്ന് ആലോചിച്ചു. അപ്പൊ അണ്ണൻ ഗൾഫിൽ പോകും, അത് കഴിഞ്ഞിട്ട് എന്നെ കൊണ്ടുപോയത് അമേരിക്ക. മതിയോ? പിന്നെ അപ്പൊ എല്ലാ ആശംസകളും ഹാപ്പി ജേർണി. അപ്പൊ ഞാൻ പോവാ അമേരിക്കയിലേക്ക്. അമേരിക്കയിലോട്ടല്ല പോകുന്നത്, സെൻട്രൽ ജയിലിലോട്ടാ പോകുന്നത്. എന്തിന്? എന്തിനാന്നോ? അണ്ണൻ കൊണ്ടുവച്ചാ വയറന്ത് എർത്തടിച്ചാ മനുഷ്യൻ ചത്തിരിക്കുവാ. കത്തിരിക്കുവന്നു. ഓ സാറേ, സാറേ, എടാ വിനു അനങ്ങുന്നില്ലടാ. അത് അമേരിക്കയിലായാലും ഇന്ത്യയിലായാലും ചത്താ പിന്നെ അനങ്ങത്തില്ല. അയ്യോ അപ്പൊ അമേരിക്ക അണ്ണന്റെ അമേരിക്ക